നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, ഭാർഗവരാമ ഭഗവാനേ സർവേശ്വര, സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഇന്നലെ നമ്മൾ ശ്രീരാമചരിത്രം പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. 9ാമത്തെ സ്കന്ധത്തിലെ 10ഉം 11ഉം അധ്യായങ്ങളായിരുന്നു ശ്രീരാമൻ്റെ കഥ. അതിനു മുമ്പായിരുന്നു ഗംഗയുടെ കഥ പറഞ്ഞിട്ടുള്ളത്. 10ാമത്തെ സ്കന്ധത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ ഗംഗയുടെ കഥയ്ക്ക് ഒരു ചെറിയ കണക്ഷനുണ്ട്. അതുകൊണ്ട് ആ ഭാഗം ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് ചന്ദ്രവംശത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് കടക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ജനിച്ച വംശമാണ് ചന്ദ്രവംശം. അതിൽ തന്നെയാണ് പാണ്ഡവന്മാരും ജനിച്ചത്. ഭഗവാന്റെ ഈ വിശേഷമായിട്ടുള്ള 10ാമത്തെ സ്കന്ധത്തിൻ്റെ ആമുഖമായിട്ട് വേണം ശരിക്ക് ഗംഗാവതരണത്തിനെ കാണാൻ. കാരണം ഞാൻ ഇന്നലെ വാമനാവതാരം പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, ആകാശത്തേക്ക് ഭഗവാന്റെ തൃപ്പാദം ഉയർന്നപ്പോൾ 3 അടി മണ്ണ് അളന്ന് ആ 2ാമത്തെ ചുവട് ബ്രഹ്മലോകത്തേക്ക് സത്യലോകത്തേക്ക് എത്തിയപ്പോൾ ബ്രഹ്മാവ് തൻ്റെ കമണ്ഡലൂല ജലമൊഴിച്ച് കഴുകിയപ്പോൾ സൃഷ്ടിക്കപ്പെട്ടതാണ് ഗംഗ എന്ന് പറയുണ്ടായി. ആ ഗംഗ ലോകത്തിലുള്ള സകലവരുടെയും പാപങ്ങളെ എടുക്കുന്നവളാണ്. അവൾ ശുദ്ധീകരിക്കണമെന്ന് പറയുന്നു. എപ്പോഴാണ് ഒരു വ്യക്തി ശുദ്ധാവുക? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു, ഭഗവാനെ നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റണോ അതൊക്കെ ശുദ്ധം, എവിടെ കാണാൻ സാധിക്കണില്ലയോ അത് അശുദ്ധം. അപ്പോൾ ശുദ്ധമാക്കണ്ടെങ്കിൽ അവൾ ഭഗവാനെ കാണിച്ചു തരുന്നവളാവണം. അത് നമ്മുടെ സാധാരണക്കാരുടെ ഭാഷയിൽ പറയുന്നതാണ്. കുറച്ചുകൂടെ ഉയർന്ന ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മത്തെ കാണിച്ചു തരുന്നവളാവണം അവൾ. ബ്രഹ്മസാക്ഷാത്കാരം നൽകണവളാവണം. അതുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരം ആർക്കാ നൽകാൻ സാധിക്കുക? ജ്ഞാനത്തിന് മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരം നൽകാൻ സാധിക്കുള്ളൂ. അത് നീ തന്നെ തത്വമസി, അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി, അല്ലെങ്കിൽ പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, ഇങ്ങനെ മഹാവാക്യങ്ങളിലൊക്കെ പറയണ ആ ജ്ഞാനത്തിനെ കാണിച്ചു തരാൻ സാധിക്കുന്നവളായതുകൊണ്ട് അത് ഗംഗ. ഗംഗ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നവൾ. ജ്ഞാനം അനിശ്യൂതമാണ്. നിങ്ങൾ പലരും ഹരിദ്വാറിലൊക്കെ പോയിട്ടുണ്ടാവും. അവിടെ അമ്മ ഒഴുകണ കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അതിലേക്ക് അങ്ങോട്ട് കയറി പോകാൻ തോന്നും. ഗംഗയുടെ ഒഴുക്കങ്ങളുണ്ട്. ഗംഗയെ ഭീതിയോടെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്ത് തമസ്സുണ്ടെന്ന് അർത്ഥം. ഉറപ്പാണ്. ആ ഒഴുക്ക് കണ്ട് ഭയം തോന്നുന്നുണ്ടെങ്കിൽ തമസ്സുണ്ടെന്ന് അർത്ഥം. കാരണം ഗംഗ ജ്ഞാനാണ്. ജ്ഞാനഗംഗ എന്നാണ് പറയുന്നത് അല്ലേ. ഈ ജ്ഞാനം ആകാശത്തുനിന്ന് പതിക്കുമ്പോൾ, അതായത് പ്രപഞ്ചത്തിൻ്റെ സ്രോതസ്സ്, എത്രയോ വലിയൊരു സ്രോതസ്സ് എന്ന് പതിക്കുമ്പോൾ എന്നെ താങ്ങാൻ ആരാ ഉണ്ടാവുക എന്ന് ഗംഗ അഹങ്കാരത്തോടെ ചോദിച്ചായിട്ടാണ് കഥ. കാരണം ജ്ഞാനത്തിനെ താങ്ങാൻ ചില്ലറക്കാർക്ക് സാധിക്കില്ല. ബ്രഹ്മബോധം വരുമ്പോൾ, സാക്ഷാത്കാരം വരുന്ന സമയത്ത് നമ്മൾ പടയ്ക്കും. സന്താനഗോപാലൻ കഥയിൽ വൈകുണ്ഠത്തിനോടടുക്കുമ്പോൾ അർജുനൻ പേടിച്ച് പറയുന്നുണ്ട്. ഭഗവാൻ കൂടെ ഉള്ളതുകൊണ്ടാണ് ആ പടപ്പ് നിന്നു പോകുന്നത്. ഒന്ന് സമാധാനമാണ്. ഗംഗ ചോദിച്ച തെറ്റില്ല. അതിനെ നമ്മൾ നാടൻ ഭാഷയിൽ ഗംഗയുടെ അഹങ്കാരമായിട്ട് പറയും. അപ്പോൾ ആർക്കാ ഗംഗയെ താങ്ങാൻ പറ്റുക? സമചിത്തനായവനെ താങ്ങാൻ പറ്റും. മനസ്സില്ലാതെ ആവുന്ന അവസ്ഥയിൽ, ദ്വന്ദ്വങ്ങൾ കാണാത്ത അവസ്ഥയിൽ, നല്ലത് ചീത്താന്ന് കാണാത്ത അവസ്ഥയിലെ ജ്ഞാനത്തിനെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് തയ്യാറാവുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ മൂർത്തിമത് ഭാവം മഹാദേവനാണ്. അതുകൊണ്ടാണ് ഭഗവാനാണ് ഗംഗയെ താങ്ങിയത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ബ്രഹ്മം തന്നെയാണ് മഹാദേവൻ. പക്ഷെ ഇവിടെ ഈ ഗംഗാവതരണത്തിൻ്റെ കഥയിൽ ഭഗീരഥൻ അത്രയധികം തപസ് ചെയ്ത് കഷ്ടപ്പെട്ട് ശിവനെ പ്രീതിപ്പെടുത്തി ശിവൻ ഗംഗയെ താങ്കാൻ നിൽക്കുക. ഗംഗ അവതരിച്ചപ്പോൾ ഭഗവാൻ സമാഹിത ചിത്തനായിട്ടെന്നാണ് പറയുന്നത്. അതായത് ചെതറിപ്പോവാത്ത മനസ്സ്, പല കാര്യങ്ങൾ ആലോചിക്കാത്ത മനസ്സായിട്ട് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയാൽ മാത്രമേ നമുക്ക് ജ്ഞാനത്തിനെ അതിൻ്റെ ഫുൾ ശക്തിയോട് കൂടിയിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. നമ്മൾ തകർന്നു. ഗംഗ അടിച്ച് തകർത്ത് കൊണ്ടുപോയി കളയും. നമുക്കിപ്പോൾ ഭൂമിയിൽ തന്നെ നമ്മൾ കാണുമ്പോൾ അറിയുന്നുണ്ട് അവളുടെ ശക്തി എന്താണെന്ന്, ആ അമ്മയുടെ അല്ലേ. അപ്പം അത് ആകാശത്തുനിന്ന് പതിച്ചപ്പോഴുള്ള ശക്തി എന്തായിരിക്കുന്നു നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല. അപ്പം ആത്മജ്ഞാനത്തെ ധാരണം ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമാണ് എന്ന്
ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു നമ്പറാണത്. 9-ാമത്തെ സ്കന്ധം 9-ാമത്തെ അധ്യായം 9-ാമത്തെ ശ്ലോകം 999. അതിൽ പറയുന്നു, ആത്മജ്ഞാനത്തിനെ ധാരണം ചെയ്യുക വളരെ പ്രയാസമാണ്. അങ്ങനെ ധാരണം ചെയ്യണമെങ്കിൽ മഹാദേവനെ പോലെ വൈരാഗ്യം വേണം. വൈരാഗ്യമുള്ളവനെ സമാഹിത ചിത്തനാവാൻ പറ്റുള്ളൂ, അല്ലാത്തവന് സാധിക്കില്ല. ഇങ്ങനെയുള്ള ജ്ഞാനത്തിനെ ഭഗീരഥൻ തൻ്റെ പിതൃഗണങ്ങളൊക്കെ ഭസ്മമായിട്ട് കിടക്കണ കപിലൻ്റെ ആശ്രമത്തിൻ്റെ പരിസരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അമ്മ അങ്ങനെ ഒഴുകിച്ചെന്നു. ആ സമ്പർക്കം കൊണ്ട് സകലൻ്റെ മക്കളൊക്കെ ജീവിച്ചെഴുന്നേറ്റു എന്നാണ് പറയുന്നത്. ഇന്നും നമ്മൾ ഗംഗാസ്നാനത്തിന് പോകുമ്പോൾ കാശിയിൽ പോവാം, ഹരിദ്വാറിൽ പോവാം, എവിടെയാണെന്ന് വെച്ചാൽ ഗംഗാസ്നാനത്തിന് പ്രയാഗെ പോവാം. നമുക്ക് കുംഭമേള വരുന്നുണ്ട്, പലരും ബുക്ക് ചെയ്ത് പോകുന്നുണ്ട്. അവരൊക്കെ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗംഗയിൽ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ജ്ഞാനസ്നാനം ചെയ്യാമെന്ന അർത്ഥം. ഇന്ന് ജ്ഞാനസ്നാനം എന്നുള്ളത് മറ്റൊരു മതത്തിൻ്റെ ഇതിലാണ് യൂസ് ചെയ്യുന്നതെങ്കിലും യഥാർത്ഥ ജ്ഞാനസ്നാനം ഇതാണ്. അവരും അതിൻ്റെ സെൻസിൽ തന്നെയാണ് പറയണത്. പക്ഷെ ഗംഗ എവിടെയുണ്ടോ അറിവിലാണ് കുളിക്കേണ്ടത്. അപ്പം നമ്മൾ കുളിക്കുമ്പോൾ ബ്രഹ്മബോധം കിട്ടാൻ വേണ്ടി തന്നെ കുളിക്കണം. ഗംഗാസ്നാനം കൊണ്ട് എന്താ ഉണ്ടാവുക വെച്ചാൽ പ്രാണൻ ശുദ്ധവും, ഗുരുവായൂരപ്പം വിളങ്ങും അകത്ത്. പ്രാണൻ ശുദ്ധമായ എന്താ സംഭവിക്കുക? ഗുരുവായ വായു വിളങ്ങും. അപ്പോൾ പ്രാണശുദ്ധി ഉണ്ടാവും, സകല ദുർവാസനകളും നശിക്കും. അങ്ങനെയുള്ള ഗംഗയും മഹാദേവനെയും ഭഗീരഥനെയും മനസ്സുകൊണ്ട് അഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷമാണ് ശുഗമഹർഷി ഇക്ഷ്വാകുവിൻ്റെയും നിമിയുടെയും വംശത്തിനെക്കുറിച്ച് പറഞ്ഞത്. ഇന്നലെ ഞാൻ നിമിയുടെ വംശം വരെ പറഞ്ഞു. കണ്ണടയ്ക്കലിൽ ഇരിക്കുന്ന നിമിയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഓരോ സ്ഥലത്തും വംശവർണ്ണന പറയണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ വാസന വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് വാസനകൾ വർദ്ധിക്കണം. ഒരു വാസനയിൽ നിന്ന് അടുത്ത വാസന, അതിൽ നിന്ന് 10 വാസന, അതിൽ നിന്ന് 20, അങ്ങനെ 100, 1000 അങ്ങനെ വർദ്ധിച്ച് വരണു എന്ന് കാണിക്കാനാണ് ഈ വംശവർദ്ധന പറയുന്നത്. വാസന വർദ്ധിക്കുന്നത് കാണിക്കാനാണ് വംശവർദ്ധന പറയുന്നത്. നമ്മൾ ശരിക്ക് ഈ ചന്ദ്രവംശവും സൂര്യവംശത്തിൻ്റെ ഒക്കെ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഭഗവാന്റെ വംശം എന്ന് പറഞ്ഞാൽ അവരൊക്കെ തന്നെ പ്രാചീനമായൊരു കാലത്ത് ഒരച്ഛൻ്റെ മക്കളാണ്. അതേ താവഴിയിൽ തന്നെ പറഞ്ഞാണ് ജരാസന്ധൻ. ഭഗവാന്റെ ശത്രുക്കളായിട്ടുള്ള വംശങ്ങൾ, ഭഗവാന്റെ ബന്ധുക്കളായിട്ടുള്ള പാണ്ഡവന്മാരുടെ വംശങ്ങൾ, ഭഗവാനെ ഏറ്റവും അവഹേളിച്ചിട്ടുള്ള പലരുടെയും വംശങ്ങൾ, ഇതൊക്കെ ഒറ്റ പിതാവ് എന്നൊക്കെയാണ് വരുന്നത്. അത് നമ്മൾ ശരിക്കും ഭാഗവതം വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു. ഒരു വ്യക്തിയിൽ നിന്ന് അവരുടെ 3-4 മക്കളുടെ വംശങ്ങൾ പിൽക്കാലത്ത് വലിയ ശത്രുക്കളോ. അതായത് മനുഷ്യൻ്റെ അവസ്ഥ അതാണ്. ഇപ്പോൾ ഒരമ്മയുടെയും അച്ഛൻ്റെയും മക്കൾ തന്നെ തമ്മിൽ തല്ലി ശത്രുക്കളാവുന്നില്ലേ? അപ്പോൾ പിന്നെ വംശങ്ങൾ കുറേ കാലങ്ങൾ കടന്നു പോകുമ്പോൾ വാസ്തവത്തിൽ ജരാസന്ധനും ഭഗവാനും ഷെയർഡ് ബ്ലഡ് ലൈൻ ഉണ്ട്. പാണ്ഡവന്മാരുമായിട്ട് മാത്രമല്ല ഭഗവാന് ബ്ലഡ് ലൈൻ യൂറോപ്പിൽ വളരെ എന്താ പറയുക, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. യൂറോപ്യൻ ഫാമിലികളിൽ നമ്മുടെ അവിടെയും ബ്ലഡ് ലൈനുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ യദുവിൻ്റെ താവഴികൾക്ക് മാത്രം യയാതിയുടെ ശാപം കൊണ്ട് പതിത്വമായിരുന്നു. നിങ്ങൾക്ക് രാജ്യഭാരം ഇല്ലാണ്ട പോട്ടെ, നിനക്ക് രാജ്യം തരില്ല എന്നാണല്ലോ യദുവിനോട് പറഞ്ഞത് യയാതി. നിങ്ങൾക്കൊക്കെ അറിയണ കഥയാണത്. യൗവനം കൊടുക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് അവർക്ക് മാത്രം രാജ്യഭരണ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. അന്ധക, വൃഷ്ണി, ഭോജവംശങ്ങളിലൊന്നും രാജഭരണ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. രാജാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസിഡന്റ് പോലെ ഒരു അലങ്കാരമായിരുന്നു. ഗവർണർ, പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആലങ്കാരിക പൊസിഷനാണ്. എല്ലാറ്റിനും മുകളിലാണെന്ന് പറയും. സിഗ്നറ്ററി മാത്രമായിരിക്കും. ഒരു ഡിസിഷനും എടുക്കാൻ പറ്റില്ല. റിപ്പബ്ലിക്കൻ സിസ്റ്റങ്ങളായിരുന്നു. ജനായത്ത ഭരണം പോലെയാണ് വർക്ക് ചെയ്തിരുന്നത്. ദ്വാരകയൊക്കെ ജനായത്ത ഭരണമായിരുന്നു. ഭഗവാൻ രാജാവല്ലല്ലോ, ബലരാമൻ രാജാവല്ലല്ലോ. മുത്തശ്ശൻ ഉഗ്രസേനൻ എന്ന് പറഞ്ഞ ആൾ അവിടെ ഇരുത്തിയിരിക്കുക. ശരിക്കും റിപ്പബ്ലിക്കൻ സിസ്റ്റമാണ്. ആ റിപ്പബ്ലിക്കൻ സിസ്റ്റത്തിൻ്റെ ഉള്ളിലൊരു നേതാവ് അധികാരം പിടിച്ചെടുത്ത് രാജാവിൻ്റെ സ്വഭാവം കാണിച്ച് ഓട്ടോക്രാറ്റിക്കായി മൊണാർക്കിക്കൽ സ്റ്റൈലിലേക്ക് വരാൻ നോക്കിയാൽ ജനായത്ത ഭരണത്തിൻ്റെ വക്താക്കൾ അയാളെ കൊല്ലും. അതുകൊണ്ടാണ് കംസനെ കൊന്നത്. കംസൻ ഏകാധിപതിയാവാൻ ശ്രമിച്ചു, അതുകൊണ്ട് കൊന്നു. അത് ഭഗവാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പരീക്ഷത്തിനെ ജീവിപ്പിക്കുന്ന സമയത്ത് ഭാരതത്തിൽ പറയുന്നുണ്ട്, എൻ്റെ അമ്മാവനെ ഞാൻ ധർമ്മത്തിന് വേണ്ടി കൊന്നെങ്കിൽ, രാഷ്ട്രത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കൊന്നതെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. അല്ലാണ്ട് എൻ്റെ അച്ഛനെ അമ്മയും തടവിലിട്ടുകൊണ്ട് എൻ്റെ ഏട്ടന്മാരെ കൊന്നു എന്നൊന്നുമല്ല ഭഗവാൻ പറയണത്. അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം നമ്മൾ കൃഷ്ണൻ്റെ ജന്മത്തിനെ നോക്കിക്കാണാനായിട്ട് പോകാൻ. അപ്പോൾ അതിനു മുൻപ് ചന്ദ്രവംശത്തെക്കുറിച്ച് പറയണം. അതായത് 10-ാമത്തെ സ്കന്ധം ഭഗവാന്റെ കഥയായതുകൊണ്ട് ഭഗവാന്റെ പൂർവീകരുടെ കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കി 9-ാം സ്കന്ധത്തിൻ്റെ അവസാന ഭാഗത്ത് വിസ്തരിച്ചിട്ട് ഒരു 10 അധ്യായങ്ങളായിട്ട് പറയുകയാണ് ചന്ദ്രവംശത്തിൻ്റെ വർണ്ണന. ആ എന്താ പറയുക, 9-ാമത്തെ സ്കന്ധത്തിൽ അനവധി വംശാവലികളാണ് വരണത്. അതായത് അവസാനത്തെ 10-12 സ്കന്ധത്തിൽ
നമ്മളിങ്ങനെ പട്ടികയിട്ടിട്ട് പഠിക്കാൻ മാത്രമുള്ള അത്രയും രാജാക്കന്മാരുടെ അതിലൊക്കെ പലരും അതിപ്രസിദ്ധരാണ്. നമുക്കൊക്കെ കേട്ടുകേഴ്വിയുള്ള പല കഥകളിലും കേട്ടിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അങ്ങനെ അവരുടെയൊക്കെ കഥ വരണം. അതിൽ മിഥില വംശത്തിൽ ജനിച്ചിട്ടുള്ള രാജാക്കന്മാരെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു നമ്മൾ ഇന്നലെ. നിമിയുടെ വംശത്തിൽ നിമിയുടെ ബോഡി കടഞ്ഞിട്ടാണ് ജനകനെ ഉണ്ടാക്കിയത്. അത് മഥനം ചെയ്തതുകൊണ്ട് മിഥില എന്ന് പറഞ്ഞു. സീത ജനിച്ച കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് ആത്മവിദ്യയാണ്. അങ്ങനൊരു രാജവംശത്തിനെ വേറെ ഭാരതത്തിൽ കാണാനേ സാധിക്കില്ല. എല്ലാവരും ഋഷിമാരാണ്, രാജർഷിമാരാണ് എല്ലാവരും. ജനകവംശം മുഴുവൻ ആത്മവിദ്യക്കാരാണ്. അതിൽ സീതയുടെ അച്ഛൻ സീരധ്വജൻ്റെ പൂർവികനായിട്ടുള്ള ആദ്യത്തെ ജനകനുണ്ടല്ലോ, നിമിയുടെ ശരീരത്തിൽ നിന്ന് ജനിച്ച ജനകൻ, ആ ജനകൻ്റെ രാജധാനിയിൽ ആത്മചർച്ചകളൊക്കെ നടക്കുമായിരുന്നു ആത്മവിദ്യയുടെ. അദ്ദേഹം തന്നെ ഒരു വലിയ ബ്രഹ്മജ്ഞാനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സദസ്സിലാണ് യാജ്ഞവൽക്യൻ വരണത്. അദ്ദേഹത്തിൻ്റെ സദസ്സിലാണ് അഷ്ടാവക്രം വന്നിട്ട് അഷ്ടാവക്ര ഗീത പറയണത്. അദ്ദേഹത്തിൻ്റെ സദസ്സിലാണ് എക്കാലത്ത് ഏറ്റവും വലിയ സ്ത്രീയായിട്ടുള്ള വേദജ്ഞ ആംബ്രിണി ഉണ്ടായിരുന്നത്. ആംബ്രിണിക്ക് കിട്ടിയ മന്ത്രമാണ് ദേവിയുടെ സൂക്തം. അഹം രുദ്രേ ബിർവസൂന്യ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന മന്ത്രം ആംബ്രിണിയാണ് ഋഷി. ഇവരൊക്കെ ഗാർഗി, മൈത്രേയി, ഇങ്ങനത്തെ ഋഷിമാരൊക്കെ ജനകൻ്റെ കാലത്താണ് ജീവിച്ചിരുന്നത്. അത് അദ്ദേഹം ഒരു മഹാത്മാവായിട്ടുള്ള രാജാവ് ജീവിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മഹാത്മാക്കൾ അവിടേക്ക് ആകർഷിക്കപ്പെടും. അതുകൊണ്ട് വിക്രമാദിത്യൻ്റെ സദസ്സിൽ എങ്ങനെയായിരുന്നു നവരത്നങ്ങൾ, അതേപോലെ ജനകൻ്റെ സദസ്സിൽ ബ്രഹ്മജ്ഞാനികളെ കൊണ്ടിട്ട് നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇന്ന് നമ്മൾ ഭാരതത്തിലുള്ള പല വേദാന്തിക് ടെക്സ്റ്റുകളും പോസ്റ്റ് ഉപനിഷദിക് ടെക്സ്റ്റുകളും എഴുതപ്പെട്ടിട്ടുള്ളത്. ഈ സീതയുടെയൊക്കെ മുതുമുത്തച്ഛനാണ് അദ്ദേഹം, ആ ജനകൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരാണ് പിന്നെ എല്ലാ ജനകന്മാർക്കും ടൈറ്റിലായിട്ട് വന്നത്. സീതയുടെ അച്ഛൻ സീരധ്വജ ജനകനായിരുന്നു. അങ്ങനെ ആ ടൈറ്റിൽ കടന്നു വന്നു. അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. കാരണം ആ വംശത്തിൻ്റെ ഒരു മഹാത്മ്യം അത്ര അധികമാണ്. മാത്രമല്ല അതിനുശേഷം ഈ ചന്ദ്രവംശത്തിനെ കുറിച്ച് പറയുന്ന സമയത്താണ് ആദ്യമായിട്ട് വരുന്നത് തന്നെ വളരെ മോശപ്പെട്ട ഒരു കഥയാണ്. മോശപ്പെട്ട ഒരു കഥ എന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരിക്കലും നടക്കാൻ പാടില്ലാത്തത് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. ഗുരുവിൻ്റെ പത്നിയെ ശിഷ്യൻ തട്ടിക്കൊണ്ടുപോയി ഗർഭിണിയാക്കുക. അത്രയും ഗുരുതൽപഗമനം എന്ന് പറയുന്നത് ഒരു മഹാഭാവമായിട്ടാണ് പറയണത്. സായണാചാര്യൻ പ്രായശ്ചിത്തത്തിൽ, കർമ്മവിഭാഗ പ്രായശ്ചിത്തത്തിൽ പൂർവ്വകർമ്മങ്ങളെക്കുറിച്ച് പറയും. രോഗങ്ങളുടെ നിദാനമായിട്ട്, അസുഖങ്ങൾ വരുന്നതിൻ്റെ നിദാനമായിട്ട് ഹൃദ്രോഗം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത് ഗുരുനാഥസ്ഥാനത്തുള്ള സ്ത്രീകളെ കാമിക്കുന്നത് കൊണ്ടാണ്, മനസ്സുകൊണ്ടെങ്കിലും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്കൂളുകളിലെ കുട്ടികൾക്ക് പോലും ഇന്ന് യാതൊരു മനോനിയന്ത്രണം ഇല്ല. ടീച്ചർമാരെ കമൻ്റ് അടിക്കുക, പലതരത്തിലൊക്കെ ചെയ്യും. ഹൃദ്രോഗത്തിൻ്റെ അടിസ്ഥാന നിദാനമായിട്ട് പറയുന്നത് ഗുരുസ്ഥാനത്തുള്ള സ്ത്രീകളെ കാമിക്കുക, ഗുരുനാഥൻ്റെ പത്നിയെ കാമിക്കുക. ഈ രണ്ട് കാരണങ്ങളാണ് പറയണത്. അതുകൊണ്ട് കലിയുഗത്തിൽ ഹൃദ്രോഗം വർദ്ധിക്കും എന്ന് സായണാചാര്യൻ എഴുതി വെച്ചിട്ടുണ്ട് കർമ്മവിഭാഗ പ്രായശ്ചിത്തത്തിൽ. അതേമാതിരി വീരസിംഹരാജാവിൻ്റെ വീരസിംഹാവലോകനം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും കർമ്മവിഭാഗ പ്രായശ്ചിത്തത്തിൽ ഇത് പറയുന്നുണ്ട്. ജ്യോതിഷ ഗ്രന്ഥങ്ങളും അതൊക്കെ. അപ്പം ചന്ദ്രവംശത്തിനെ പറ്റി പറയുമ്പോൾ സോമനിൽ നിന്നാണ്, ചന്ദ്രനിൽ നിന്നാണ് ചന്ദ്രവംശം ഉണ്ടായത്. സോമവംശം എന്ന് പറയും. ഉമയോട് കൂടിയത് സോമൻ എന്നാണ് ശരിക്കും. അപ്പോൾ സോമശബ്ദം കൊണ്ട് മഹാദേവനെയും കുറിക്കാം. എന്താണെങ്കിലും ആ സോമവംശം ഉണ്ടാവുന്നതിൽ അതിൻ്റെ ചുരുക്കം ആദ്യത്തെ ആ 14-ാമത്തെ അധ്യായത്തിൽ വരണം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദ്രനിൽ നിന്ന് പുരൂരവസ് ജനിച്ചു, ചന്ദ്രനിൽ നിന്ന് ബുധൻ ജനിച്ചു, ബുധനിൽ നിന്ന് പുരൂരവസ് ഉർവശിയായിട്ടുണ്ടായിരുന്ന ബന്ധം, ത്രേതായുഗത്തിൻ്റെ ആരംഭം, ശ്രീരാമസ്വാമി ജനിച്ച ത്രേതായുഗത്തിൻ്റെ ആരംഭം പറയണം. എന്തിനാണ് ആരംഭം പറഞ്ഞു വെച്ചാൽ, ത്രേതായുഗത്തിലാണ് വേദങ്ങൾ 3ആയി പിരിഞ്ഞത്. ഒറ്റ വേദം ഉണ്ടായിരുന്നു. അത് ഋക്ക്, യജുസ്, സാമായിട്ട് പിരിയണത് ത്രേതായുഗത്തിലാണ്. ആൾക്കാർക്ക് പഠിക്കാൻ പറ്റാണ്ടായി. ഇത്രയും വലിയ ടെക്സ്റ്റ് പഠിക്കാൻ പറ്റാണ്ടായിട്ട് അതിനെ ചെറിയ 3 പാർട്ടാക്കി. മനുഷ്യൻ്റെ ബുദ്ധിശക്തി കുറഞ്ഞാണല്ലോ വരണത് ഓരോ യുഗം കിടക്കും തോറും. കാരണം രജോഗുണം വർദ്ധിക്കുകയാണ് ത്രേതായുഗത്തിലെത്തുമ്പോൾ. കൃതയുഗത്തിൽ സത്വഗുണത്തിനായിരുന്നു പ്രാധാന്യം എന്നുള്ളതുകൊണ്ട് ആൾക്കാർക്ക് ഗ്രാഹ്യശേഷി കൂടുതലുണ്ടായിരുന്നു. ധ്യാനാദികളൊക്കെ ആയിരുന്നു പ്രാധാന്യം ഉപാസനയിൽ. അപ്പം നമ്മളും നമ്മുടെ ശരീരത്തിലും സത്വഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ ധ്യാനിക്കാം, രജോഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ യാഗങ്ങൾ ചെയ്യാം, തമോ ഗുണം രജോഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ പൂജകൾ ചെയ്യാം. തമസ് മാത്രമാണെങ്കിൽ നാമം ജപിക്കുക നല്ലത്. അപ്പോൾ യുഗങ്ങൾ എപ്പോഴും നമ്മുടെ ശരീരത്തിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കലിയുഗമാണെന്ന് പറഞ്ഞിട്ട് ഹോമം ചെയ്യേണ്ടെന്ന് അർത്ഥമില്ല. യുഗങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡുകളും കൂടിയാണ്. അപ്പോൾ ത്രേതായുഗത്തിൻ്റെ ആരംഭത്തിൽ മറ്റൊരു കാര്യം കൊണ്ടുണ്ടായി, അഗ്നിക്രിയകൾ. എങ്ങനെ യാഗാദികൾ ചെയ്യാമെന്നുള്ള ഐഡിയ മനുഷ്യന് കിട്ടിയെന്നാണ്. അത് ആദ്യം കിട്ടണത് പുരൂരവസനാണെന്നാണ് ഈ ഭാഗവതത്തിൽ ഈ ചാപ്റ്ററിൽ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ സോമൻ്റെ കഥ പറയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോമൻ ജനിക്കണത് അത്രിയുടെ കണ്ണുനീരിൽ നിന്നാണ്, ആനന്ദാശ്രുക്കളിൽ നിന്നാണ്. അതായത് ത്രിമൂർത്തികളെ അനുഗ്രഹിച്ചിട്ട് പോയി. അത്രിയുടെയും അനസൂയയുടെയും തപസ്സിൽ, പ്രത്യേകിച്ച് അനസൂയയുടെ പാതിവൃത്യം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അത്രി തപസ്സിന് പോയ സമയത്ത് അത്രിയുടെ
ആശ്രമത്തിൻ്റെ കോളിംഗ് ബെല്ല് ആരടിച്ചു. അപ്പോൾ അനസൂയ തുറന്നപ്പോണ്ട് 3 പേര് നിൽക്കുന്നു, ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ. ആദരിച്ചിരുത്തി, നമസ്കരിച്ചു, ആദരിച്ചിരുത്തി. എന്താ ഭിക്ഷ വരേണ്ടത് ചോദിച്ചു. ഞങ്ങൾ ഭിക്ഷയ്ക്ക് വന്നതാന്ന് പറഞ്ഞു. എന്താ ഭിക്ഷ തരേണ്ടത് ചോദിച്ചാൽ പറഞ്ഞു മുലപ്പാൽ വേണമെന്ന് പറഞ്ഞു. ഒത്ത പുരുഷന്മാരായിട്ടുള്ള 3 പേരാണ് വന്ന് ചോദിക്കുന്നത്. ഈ അമ്മ തൻ്റെ ശക്തി കൊണ്ട് ത്രിമൂർത്തികളെ കൈക്കുഞ്ഞുങ്ങളാക്കി. അതാണ് പവർ, അനസൂയയുടെ പവർ. ആരുടെ മകളെ? കർദമൻ്റെയും ദേവഹൂതിയും മക്കളിൽ പെട്ടതാ അല്ലേ, പെൺമക്കളിൽ. അങ്ങനെ അമ്മയുടെ മക്കളായിട്ട് അവിടെ കിടന്നു. പാല് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തായി? നല്ല ഉറക്കം വന്നു. 3 പേരെയും തട്ടിക്കിടത്തി ഉറക്കി പായൽ. അവിടെ കൈലാസത്തിൽ ആളെ കാണാനില്ല, വൈകുണ്ഠത്തിൽ ആളെ കാണാനില്ല, ബ്രഹ്മലോകത്തും ആളെ കാണാനില്ല. ഭാര്യമാരെ അന്വേഷിച്ചിറങ്ങി. അവസാനം അത്രിയുടെ ആശ്രമത്തിൽ വന്നപ്പോൾ ഇതേ പായൽ കിടന്നുറങ്ങണു. അനസൂയയുടെ അടുത്ത് 3 പേരും കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ച് നമസ്കരിച്ചു. അപ്പോഴാണ് അത്ര ദേവി അവർക്ക് പൂർവ്വരൂപം തിരിച്ചു കൊടുത്തത്. അപ്പോൾ എന്താ, അപ്പോഴേക്കും അത്രി മഹർഷി അവിടെ വന്ന് ചേർന്നു. എന്താ അനുഗ്രഹം വേണ്ടത് ചോദിച്ചപ്പോൾ 3 പ്രാവശ്യം പറഞ്ഞു എന്നാണ് പറയണത്. ആ ആശ്ചര്യം കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ മക്കളായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞു. 3 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ 3 മക്കളായിട്ട് ഞങ്ങൾ ജനിക്കും. 3 പേര് നിങ്ങൾ ഞങ്ങളുടെ മക്കളായി ജനിക്കണമെന്ന് ഒന്നിച്ച് പറഞ്ഞതുകൊണ്ട് 3 പേരിലും ഞങ്ങളുടെ അംശം ഉണ്ടാവും. അപ്പോൾ ചന്ദ്രൻ്റെ അംശം അധികരിച്ചിട്ടും 50% ചന്ദ്രൻ, 25% ശിവൻ, 25% ബ്രഹ്മാവായിട്ടാണ്. അല്ല, 50% ബ്രഹ്മാവ്, 25 ശിവനും വിഷ്ണുവായിട്ട് ചന്ദ്രൻ, സോമൻ ജനിച്ചു. മഹാവിഷ്ണുവിൻ്റെ അംശം അധികരിച്ച് ദത്തൻ ജനിച്ചു, ദത്താത്രേയൻ. അത്രിയുടെ പുത്രനായതുകൊണ്ട് ആത്രേയൻ. ശിവൻ്റെ അംശം അധികരിച്ചിട്ട് ദുർവാസാവ്. അങ്ങനെ 3 മക്കളാണ് ജനിച്ചത്. അതിൽ അത്രിയുടെ കണ്ണുനീരിൽ നിന്നാണ് ചന്ദ്രൻ ജനിച്ചത്. ചന്ദ്രൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ബൃഹസ്പതിയുടെ അടുത്ത് പഠിക്കാൻ പോയി. അദ്ദേഹത്തിനെ ബ്രാഹ്മണന്മാരുടെ സംരക്ഷകനായിട്ടും അതുപോലെ ഔഷധികളുടെ നാഥനായിട്ടും, മെഡിസിനൽ ഹെർബുകൾ അതിൻ്റെ നാഥനായിട്ടും, അതേപോലെ തന്നെ നക്ഷത്രമണ്ഡലങ്ങളുടെ നാഥനായിട്ടും ബ്രഹ്മാവ് ആദ്യം തന്നെ അനുഗ്രഹിച്ചു ആ കുഞ്ഞിനെ. സോമൻ ആദ്യം ചെയ്തത് രാജസൂയം നടത്തുക ചെയ്തു. ചന്ദ്രനാണ് ആദ്യത്തെ രാജസൂയം നടത്തിയതെന്നാണ് പറയുന്നത് ശരിക്കും. അതിൽ അദ്ദേഹത്തിന് വലിയ അഹങ്കാരം ഉണ്ടായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നക്ഷത്രങ്ങളുടെ രാജാവല്ലേ. ഇപ്പോൾ രാജസൂയം നടത്തണമെങ്കിൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടണം. അങ്ങനെ ചെയ്തിട്ട് ആദ്യം ചെയ്തത് രാജസൂയം നടത്തുന്നു. രാജസൂയം എന്ന് പറഞ്ഞാൽ 1.5 വർഷമാണ്. അതിൽ 8ാമത്തെ മാസമാണ് ഈ അഗ്രപൂജ വരിക. അത് ഞാൻ ശിശുപാലവധ വരുമ്പോൾ പറയാം എന്താണ് രാജസൂയത്തിൻ്റെ ക്രമങ്ങളെന്ന്. ഈ അഹങ്കാരം കൊണ്ട് സ്വന്തം ഗുരുനാഥനായിട്ടുള്ള ബൃഹസ്പതിയുടെ ഭാര്യ താരയെ പ്രേമിച്ച് അവളെ തട്ടിക്കൊണ്ടുപോയി. അതൊരു വലിയ യുദ്ധത്തിലേക്ക് ചെന്നുപെട്ടു. താരയെ തിരിച്ചു തരണം എന്ന് ബൃഹസ്പതി കൽപ്പിച്ചു. സോമൻ പറഞ്ഞു തരില്ല, വിട്ടുതരില്ല എന്ന് പറഞ്ഞു. അവർ പ്രണയമാണ്. ഗുരുവിൻ്റെ പത്നിയും ശിഷ്യനും തമ്മിൽ പ്രണയമായി. അതൊരു വലിയ യുദ്ധത്തിന് കലാശിച്ചു. ബൃഹസ്പതി ഇന്ദ്രനോട് പരാതി പറഞ്ഞു. ഇന്ദ്രൻ പടനയിച്ചു ചന്ദ്രൻ്റെ നേരെ. അസുരന്മാർ ശുക്രൻ്റെ നേതൃത്വത്തിൽ ചന്ദ്രനെ സഹായിച്ചു. കാരണം ബൃഹസ്പതിക്കെതിരെ എന്ത് ചെയ്യാനാണെങ്കിലും ശുക്രൻ സഹായിക്കും. അതുകൊണ്ട് ചന്ദ്രനെ അസുര സൈന്യം സഹായിച്ചു. ബൃഹസ്പതിയുടെ സൈഡിൽ മഹാദേവൻ്റെ ഗണങ്ങളും യുദ്ധത്തിനിറങ്ങി. 968 കോടി ഭൂതഗണങ്ങൾ ഇന്ദ്രൻ്റെ ഒപ്പം ചന്ദ്രൻ്റെ എതിരെ യുദ്ധത്തിന് വന്നു. ഈ സമയത്ത് ഭയങ്കര ലോകത്തിനൊരു വലിയ കലാമിറ്റി ഉണ്ടാവുമെന്ന് കണ്ടതുകൊണ്ട് ഇതൊക്കെ ശരിക്കും നമ്മുടെ മനസ്സിൽ നടക്കുന്ന വിഷയങ്ങളാട്ടോ. നമ്മുടെ മനസ്സിൽ നടക്കുന്ന വിഷയങ്ങളാണ് ഈ പറയണത്. അന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്. ബ്രഹ്മാവ് ഇടപെട്ട് സോമനെ കൊണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി താരയെ തിരിച്ചു കൊടുപ്പിച്ചു. പക്ഷെ താര തിരിച്ച് ബൃഹസ്പതിയുടെ വീട്ടിൽ ചെന്നപ്പോഴേക്കും ഗർഭിണിയായി. ബൃഹസ്പതി മനസ്സിലാ മനസ്സോടെ താരയെ സ്വീകരിച്ചു. താര യഥാകാലം ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അതാണ് ബുധൻ. അദ്ദേഹത്തിന് സോമൻ്റെ അതേ തേജസ്സും അറിവുമായിരുന്നു. പക്ഷെ അദ്ദേഹം നപുംസകത്തുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് ചെറിയൊരു നപുംസകത്തുണ്ട്, കുറച്ച് സ്ത്രൈണതയുണ്ട്. ഈ സ്ത്രൈണത ഈ ചന്ദ്രവംശത്തിലെ മഹാത്മാക്കളിലൊക്കെ കാണാം, ഭഗവാനിലും കാണാം. ഭഗവാന്റെ നിൽപ്പിൽ തന്നെ ഉള്ളത് ത്രിഭംഗി ലളിതാകൃതി എന്ന് പറയും. ഭഗവാൻ യുദ്ധസമയത്താണ് ശരീരം വജ്രകാഠിന്യം പോലെ ആയിത്തീരുകയും അല്ലാത്ത സമയത്ത് സ്ത്രീയുടെ പോലെ ശരീരം സോഫ്റ്റായിരിക്കുകയും ചെയ്യും. അങ്ങനൊരു യോഗസിദ്ധി കൃഷ്ണനുണ്ടായിരുന്നു. ഭഗവാന്റെ നിൽപ്പിലൊക്കെ ഒരു വളവുണ്ടാവും. എപ്പോഴും ശരീരത്തിലൊരു വളവോട്, 3 വളവുകളാണ് പ്രധാനമായിട്ടാണ് ത്രിഭംഗി ലളിതാകൃതി. ഭഗവാൻ ആ നിൽക്കണ നിപ്പ് കണ്ടിട്ടില്ല, ഇങ്ങനെ വളഞ്ഞാൽ അത് ഓങ്കാരത്തിൻ്റെ വളവാണെന്ന് പറയും. എന്തായാലും ബുധൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ബുധനെ പാവം അതിനറിയില്ലല്ലോ, താൻ ഒരു ജാരസന്തതിയാണെന്നറിയില്ല. ആരും അദ്ദേഹത്തെ പഠിപ്പിക്കാൻ തയ്യാറായില്ല. ബൃഹസ്പതി ഇറക്കി വിട്ടു. അമ്മ സംരക്ഷിച്ചില്ല. ആരും വിദ്യ പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് തയ്യാറായില്ല. അബദ്ധസഞ്ചാരത്തിൽ ജനിച്ച കുട്ടിയായതുകൊണ്ട് എല്ലാവരാലും വെറുക്കപ്പെട്ട ഒരവസ്ഥയായി. പക്ഷെ അതിലൊന്നും മനസ്സ് തളരാണ്ട് തൻ്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച്
തനിക്ക് ലോകത്തിൽ നേടാവുന്ന സകല അറിവുകൾ നേടിയിട്ട് അവസാനം അറിവിൻ്റെ ഗ്രഹമായി. ബുധൻ പ്രകാശിച്ചില്ലെങ്കിൽ അറിവില്ല, അറിവും പോട്ടെ, കമ്മ്യൂണിക്കേഷൻ തകരും. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, പ്രത്യേകിച്ച് ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ വരും ബന്ധങ്ങളിൽ. ഭാര്യ ഭർത്താക്കന്മാരാവാം, സുഹൃത്തുക്കളാവാം, മാതാപിതാക്കൾ കുട്ടികൾ തമ്മിലാവാം. ഇതിൻ്റെ ഒക്കെ മൂലകാരണം നോക്കിയാൽ ബുധൻ പഴിച്ചിട്ടുണ്ടോ. ബുധനെ നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. അത് പലരും ചെയ്യണതുകൊണ്ട്. ന്യൂസ് പേപ്പർ, ബാലരമ, ഫോണ് ഇതൊക്കെ എടുത്തിട്ട് ബാത്റൂമിൽ പോയിട്ടിരുന്നാൽ മതി, ടോയ്ലറ്റിൽ പോയിട്ടിരുന്നാൽ മതി. ബുധൻ തൊലഞ്ഞു കിട്ടും, ബുധൻ നശിച്ചു കിട്ടും. അത് ഞാൻ എല്ലാ സ്ഥലത്തും ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പം ഈ ബുധൻ ഇള എന്ന് പറയുന്ന ദേവിയെ വിവാഹം ചെയ്തു. അദ്ദേഹത്തിനുണ്ടായ മകനാണ് പുരൂരവസ്. അയിളൻ എന്ന് പറയും. അതുകൊണ്ടാണ് പിന്നീട് അയിളഗീത എന്ന് പറഞ്ഞിട്ട് വരും ഉദ്ധവോപദേശത്തിൽ പുരൂരവസിൻ്റെ വിലാപം. ഉർവശി ജനിച്ചത് നരനാരായണ മഹർഷിമാരിൽ നിന്നാണ്. അതായത് ദേവേന്ദ്രൻ അവരുടെ തപസ് മുടക്കാൻ വേണ്ടിയിട്ട് അതിസുന്ദരികളായിട്ടുള്ള അപ്സരസുകളെ അയച്ചു ബദരിയിലേക്ക്. അവരിനി ഇന്ദ്രപദവി അടിച്ചു മാറ്റിയാലോ എന്ന് പേടിച്ചിട്ട്. അപ്പോൾ നരനാരായണ മഹർഷിമാരുടെ മുന്നിൽ പോയിട്ട് ഇവർ നിന്നിട്ട് വലിയ ഡാൻസൊക്കെ തുടങ്ങി. ഗന്ധർവന്മാർ പാട്ടുപാടുക, അങ്ങനെയൊക്കെ ഡാൻസൊക്കെ തുടങ്ങിയപ്പോൾ മഹർഷി രണ്ടുപേരും കണ്ണു തുറന്നപ്പോൾ നരൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു താമരപ്പൂ എടുത്തിട്ട് നാരായണൻ്റെ തൊടയിൽ ഇങ്ങനെ വെച്ചു. ആ തൊടയെന്നൊരു പെൺകുട്ടി ഉണ്ടായി. ആ പെണ്ണിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ഇവരൊക്കെ നാണിച്ചിട്ട് പോയി. ആ സമയത്ത് ദേവന്മാർ നോക്കിയപ്പോൾ കണ്ടു ഇവരെ ശുശ്രൂഷിച്ചുകൊണ്ട് സ്വർഗത്തിലെക്കാട്ടിലും കൂടുതൽ സുന്ദരികൾ അവിടെയുണ്ട്. പോരാണ്ട് തപ്പോൾ ഒരു പുതിയ സുന്ദരി ജനിച്ചിരിക്കുന്നു. ഉരു തൊടയെന്ന് ജനിച്ചത് കൊണ്ട് അവളെ ഉർവശി എന്ന് പേരിട്ടു. എന്നിട്ട് ഇന്ദ്രനെ വിളിച്ചു നാരായണ മഹർഷി, ഇവളെ കൊണ്ടക്കോളൂ, ഞങ്ങൾക്ക് ആവശ്യമില്ല അവിടെ എന്ന് പറഞ്ഞ് കൊടുത്തതാ. മകളാണ് ശരിക്കും. അതുകൊണ്ടാണ് അർജുനനായിട്ട് ജനിച്ചപ്പോൾ ഉർവശിയെ അർജുനൻ്റെ കടപ്പുറയിലേക്ക് ഇന്ദ്രൻ അയച്ചപ്പോൾ അമ്മയെന്ന് പറഞ്ഞിട്ട് നമസ്കരിച്ചു. എൻ്റെ അച്ഛൻ്റെ ഭാര്യയാണ് നിങ്ങൾ, ഞാൻ നിങ്ങളെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ പക്ഷേ യഥാർത്ഥ കാരണം മകളാണെന്നുള്ളതുകൊണ്ടാണ്. അർജുനൻ്റെ മകളുടെ സ്ഥാനമാണ് ഉർവശിക്ക്. അതാണ് അതിൻ്റെ കാരണം. അതിനുള്ള ശാപം കിട്ടണം. ആണും പെണ്ണും കെട്ടവനായി പോട്ടെ കുറച്ച് കാലത്തേക്ക് എന്ന് പറയും. അപ്പോഴാണ് ബൃഹന്നളയായിട്ടിരിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അതൊക്കെ ഓരോ കഥ. എന്തായാലും ആ ഉർവശി പുരൂരവസനെ കുറിച്ചിട്ട് നാരദ മഹർഷി എന്ന് കേട്ടിട്ട് വലിയ പ്രണയമായി. ഉർവശി പുരൂരവസിൻ്റെ അടുത്തേക്ക് വരും. പുരൂരവസിന് ഉർവശിയോട് വലിയ പ്രണയം തോന്നും. 3 നിബന്ധനകളുടെ മേലെ വിവാഹം ചെയ്യാൻ തീരുമാനിക്കും. ഒന്നെന്താണെന്ന് വെച്ചാൽ അവൾ നെയ്യ് മാത്രമേ കഴിക്കുള്ളൂ. ഇതൊക്കെ അർത്ഥമുണ്ട്. നെയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി, സ്നിഗ്ധത, അറിവ് എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ വിചാരിക്കും ഉർവശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്സരസല്ലേ, കാമത്തിൻ്റെ പ്രതീകമല്ലേ എന്നൊക്കെ വിചാരിക്കും. അതവിടെ നിൽക്കട്ടെ. എന്തായാലും നെയ്യേ കഴിക്കുള്ളൂ. കിടപ്പറയിലല്ലാതെ മറ്റൊരു സ്ഥലത്തും നഗ്നനായിട്ട് കാണാൻ പാടില്ല പുരൂരവസനെ. 2 അവളുടെ കയ്യിൽ 2 ആട്ടിൻകുട്ടികളുണ്ട്. അദ്ദേഹമായിരിക്കണം ആ 2 ആട്ടിൻകുട്ടികളുടെ ചുമതല. എത്ര രാജ്യഭരണം എന്തൊക്കെ ചെയ്യണമെങ്കിൽ ഈ ആടിനെ കൺവട്ടത്തുനിന്ന് മാറ്റാൻ പറ്റില്ല. ഈ 2 ആടുകളെ പുരൂരവസായിരിക്കണം സംരക്ഷിക്കേണ്ടത് എന്ന് പറയും. ഉർവശിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗന്ധർവന്മാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഉർവശിയുടെ ആട്ടിൻകുട്ടികളെ ഒരു ദിവസം രാത്രി കട്ടുകൊണ്ടു. ഇടിയും മിന്നലും ഒക്കെ ഉള്ളൊരു രാത്രിയിൽ, മഴയൊക്കെ ഉള്ള രാത്രിയിൽ ഈ ആട്ടിൻകുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഉർവശി ചാടി എണീച്ചിട്ട് പറയും, എൻ്റെ ആട്ടിൻകുട്ടികളെ ആരോ കൊണ്ടുവന്നുണ്ട്. നമ്മൾ കരുതുന്ന മാതിരി വലിയ കൊട്ടാരങ്ങളൊന്നും ആയിരിക്കില്ല അന്നത്തെ കാലത്ത്. ഇപ്പോൾ ഈ വംശങ്ങൾ ഉണ്ടായി വരുന്നതൊക്കെ വളരെ ഗ്രാമ്യമായിട്ടുള്ള അവസ്ഥ എന്നാണ്. അപ്പോൾ ഈ രാജാവ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കരുതുന്ന മാതിരി കുറേ സ്വർണ്ണമൊന്നും അണിഞ്ഞിട്ടുള്ള ആൾക്കാരൊന്നും ആവണമെന്നില്ല. അങ്ങനെ ഈ ആടുകളുടെ ശബ്ദം കേട്ട് പുരൂരവസ് പറയും, അത് സാരമില്ല രാവിലെ നോക്കിയാൽ പോരെ എന്ന് ചോദിക്കും. അപ്പോൾ പുരൂരവസിനെ നിങ്ങൾ ഭീരുവാണ്, നിങ്ങൾക്ക് ഈ നേരത്തെ ഒന്ന് ഇരുട്ടത്തുനിന്ന് പോയിട്ട് നോക്കാൻ പോലും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കുത്തിയിളക്കി ഉർവശി അവിടെ എണീപ്പിച്ചു വിടും. പുരൂരവസ് അവിടുന്ന് തൻ്റെ ശരീരത്തിൽ വസ്ത്രം പോലും ഇല്ല എന്നുള്ള ഓർമ്മയില്ലാണ്ട് ഇറങ്ങി പുറത്തേക്ക് അങ്ങോട്ട് പോകും. പുറത്തേക്ക് ചെന്ന് ഉർവശി വാതിലിൻ്റെ അവിടെ നിൽക്കും. ഇദ്ദേഹം ആട്ടിൻകൂട്ടിൻ്റെ അവിടെ നോക്കിയിട്ട് കാണാണ്ട ഇരുട്ടത്ത് തെരഞ്ഞു പോണ സമയത്ത് ഗന്ധർവന്മാരങ്ങോട്ട് ഒരു 3-4 ഇടിമിന്നൽ അങ്ങോട്ട് അടിക്കും. അതോടുകൂടിയിട്ട് ഇദ്ദേഹത്തിനെ മറ്റൊരു സ്ഥലത്ത് നഗ്നനായി കണ്ടു എന്നുള്ള ഒരൊറ്റ കാരണം പറഞ്ഞിട്ട് ഗന്ധർവന്മാർ ഉർവശിയും കൊണ്ട് അങ്ങോട്ട് പോയിക്കളയും. അങ്ങനെ ഒരു വളരെ സ്തോഭജനകമായിട്ടുള്ളൊരു രംഗം ഈ ചന്ദ്രവംശത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ വരും. പുരൂരവസ് ഭൂമി മുഴുവൻ അലഞ്ഞു നടക്കുന്നതാണ് ഉർവശിയെ തേടിയിട്ട്. അന്ന് പാടിയ തിരിച്ചറിവ് വന്ന് പാടിയതാണ് കൃഷ്ണൻ പിന്നീട് ഇളകിയതായിട്ട് പറയണത്. അവളെ സരസ്വതി നദിയുടെ തീരത്ത് വെച്ചിട്ട് കാണും. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഈ ബദരി സൈഡുകളൊക്കെ തന്നെയായിരിക്കണം. അവിടെ വെച്ച് കാണുമ്പോൾ ഉർവശി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കും. ജീവിതത്തിൻ്റെ ഗതി ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ ആശ്വസിപ്പിച്ചതിന് ശേഷം ഞാൻ വർഷത്തിലൊരിക്കൽ അങ്ങേ വന്ന് കണ്ടോളാം, നമുക്ക് മക്കളുണ്ടാവും, അങ്ങ് വിഷമിക്കരുത് എന്ന് പറഞ്ഞ് ആ എന്താ പറയുക ഗന്ധർവന്മാരെ പ്രീതിപ്പെടുത്താൻ പറയും ഉർവശി പുരൂരവസിൻ്റെ അടുത്ത്.
അങ്ങനെ ഗന്ധർവന്മാരെ പുരൂരവസ് പ്രീതിപ്പെടുത്തിയപ്പോൾ അവർ ഒരു അഗ്നിയുടെ പാത്രം കൊടുത്തു അത്രേ. അതിൽ നിന്നാണ് അത്രേ ലോകത്തിൽ ആദ്യമായിട്ട് യാഗങ്ങളുണ്ടായത്. ഈ എന്താ പറയുക, അതോടുകൂടിയിട്ട് ഏകദേശം ത്രേതായുഗത്തിൻ്റെ കാലം തുടങ്ങുകയും ചെയ്യും. അഗ്നികാരി ഇപ്പോൾ ഭഗവാന്റെ സ്വർഗാരോഹണ സമയത്താണ് നമ്മൾ പറയില്ലേ, എന്താ പറയുക, കലിയുഗം തുടങ്ങിയതെന്ന് പറഞ്ഞതുപോലെ ഈ ഒരു സമയത്താണ് അത്ര ത്രേതായുഗത്തിൻ്റെ ആരംഭം വരുന്നത്. അപ്പോൾ കാമത്തിൻ്റെ നശ്വരത എന്ന് പറയുന്നത് ഉർവശിയുടെയും പുരൂരവസിൻ്റെയും കഥയിൽ പറഞ്ഞു വെച്ചിട്ട് ഇതിനെ അതിമനോഹരമായിട്ടുള്ളൊരു കാവ്യമായിട്ട് കാളിദാസൻ എഴുതിയതാണ് വിക്രമോർവശീയം. കാളിദാസൻ്റെ ശാകുന്തളം കഴിഞ്ഞാൽ പിന്നത്തെ ദ മോസ്റ്റ് ഫേമസ് കൃതി എന്ന് പറയുന്നത് വിക്രമോർവശിയാണ് നാടകങ്ങളിൽ. അപ്പം അങ്ങനെ മാത്രമല്ല, ഋക്കും യജുസ്സും സാമവുമായിട്ട് വേർപിരിഞ്ഞു വേദങ്ങൾ. അതേപോലെ ജാതവേദൻ എന്നുള്ള പേരിൽ അഗ്നിക്രിയകൾ തുടങ്ങി. ജാതവേദ സേ സുനവാമ സോമ എന്ന് പറഞ്ഞല്ലേ നമ്മൾ തുടങ്ങുന്നത്. ദുർഗാസൂക്തത്തിൻ്റെ 1ാമത്തെ മന്ത്രം അഗ്നിയുടെ മന്ത്രം കൂടിയാണ്. എന്താണെങ്കിലും ഈ സോമൻ്റെ അച്ഛനുണ്ടായിരുന്ന അഹങ്കാരം, ചന്ദ്രനുണ്ടായിരുന്ന അഹങ്കാരം, തെറ്റായിട്ടുള്ള വാസനകൾ, അതായത് ഗുരുപത്നിയെ പ്രേമിക്കുക തുടങ്ങിയതൊന്നും ബുധനെ ബാധിച്ചില്ല എന്നുള്ളതാണ്. ബുധൻ എന്ന് പറഞ്ഞാൽ അത്ര ശുദ്ധനായിട്ടുള്ളൊരു ഗ്രഹമാണ്. അതുകൊണ്ട് ബുധൻ്റെ കാരകത്വം എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ അവതാരങ്ങൾക്കാണ്. ബുധൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഉപായങ്ങൾ തോന്നുള്ളൂ. എപ്പോഴും നമ്മളെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ, അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും, ഇപ്പം നമ്മൾ കറിയിൽ കുറച്ച് ഉപ്പ് കൂടിപ്പോയി, ഒരു കഷ്ണം ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടാൽ മതി എന്നുള്ള ടെക്നിക്ക് ഉണ്ടല്ലോ, അത് ബുധനാണ്. അത് തോന്നിപ്പിക്കണമെങ്കിൽ ബുധൻ വേണം. നമ്മൾ പറയില്ലേ, ആ സെക്കൻഡിൽ എനിക്കത് തോന്നിയില്ലായിരുന്നെങ്കിണ്ടല്ലോ ഇന്ന് എൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും, കാറൊന്ന് വെട്ടിക്കാൻ തോന്നി ഓടിക്കുമ്പോൾ, അത് തോന്നിപ്പിക്കേണ്ടത് ബുധനാണ്. അപ്പോൾ ആ ബുധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള സമസ്ത പ്രശ്നങ്ങളുടെയും പ്രോബ്ലം സോൾവറാണ്. ഭഗവാന്റെ അവതാരങ്ങളാണ് അതിൻ്റെ കാരകത്വം പറയാൻ കാരണം. പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷനും കൊണ്ടാണ് ഭഗവാന്റെ അവതാരങ്ങൾ വന്നത്. ഓൾ അവതാരംസ് ആർ പ്രോബ്ലം സോൾവേഴ്സ് അല്ലേ, എല്ലാവരും പ്രോബ്ലം സോൾവേഴ്സാണ്. അതുകൊണ്ട് ഭഗവാന്റെ അവതാരങ്ങൾ, അതിൽ പ്രത്യേകിച്ച് കൃഷ്ണനും നരസിംഹവും ബുധന് വളരെ പ്രധാനമാണ്. പരശുരാമനും അതെ. അത് ഈ ദേവതകളെ ആരാധിക്കുന്നവർക്ക് ബുധൻ്റെ പ്രീതി വളരെ അധികമായിരിക്കും. അതുകൊണ്ട് ഗുരുവായൂരപ്പനെ കൃഷ്ണനായിട്ട് ആരാധിക്കുമ്പോൾ ബുധനാഴ്ചയും, ബൃഹസ്പതിയായിട്ട് ആരാധിക്കുമ്പോൾ വ്യാഴാഴ്ചയും വളരെ വിശേഷമാണ്. പുരൂരവസിന് 6 മക്കളുണ്ടായി. ആയു, ശ്രുതായു, സത്യായു, രായ, വിജയ, ജയ, ഈ പേരുകളിലുള്ള 6 മക്കൾ. അതിൽ ശ്രുതായുവിൻ്റെ മക്കളൊക്കെ വസുമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കുശൻ എന്ന് പറഞ്ഞ രാജാവ് വരെ വന്ന് അവസാനിച്ചു. ഈ കുശൻ്റെ വംശത്തിൽ ഗാധി എന്ന് പറയുന്ന ഒരു വ്യക്തി ജനിച്ചു. അദ്ദേഹം ഒരു ഋഷിയായിരുന്നു, രാജാവുമായിരുന്നു. ഈ ഗാധിയുടെ പുത്രനായിട്ടാണ് വിശ്വാമിത്രൻ ജനിക്കുന്നത്. അപ്പോൾ അതൊരു സൈഡിലേക്ക് പോയി, അതവിടെ നിൽക്കട്ടെ, അത് നമുക്കിപ്പോൾ ഇതിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഈ ഗാധിക്കൊരു മകളുണ്ടായിരുന്നു, സത്യവതി എന്നായിരുന്നു ഉള്ള പേര്. അത് വിശ്വാമിത്രൻ്റെ സഹോദരിയായിട്ട്. ആ സത്യവതിയുടെ കല്യാണം ഋജീകൻ എന്ന് പറയുന്ന മഹർഷിയായിട്ടാണ് ഉണ്ടായത്. ഈ ഋജീകൻ ഒരേ സമയം ഗാധിയുടെ ഭാര്യയ്ക്കും തൻ്റെ ഭാര്യയ്ക്കും, അതായത് മദർ ഇൻ ലോയിനും തൻ്റെ ഭാര്യയ്ക്കുമായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹോമം ചെയ്തു കൊടുത്തു. തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഹോമം സത്യവതിക്ക് വേണ്ടി ഹോമം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഗാധി ആവശ്യപ്പെട്ട അനുസരിച്ചിട്ട് ഇത് എന്താ പറയുക, ചരു എന്നാണ് പറയുക നമ്മൾ ആ ഹവിസിൻ്റെ ഇത് ഉണ്ടാക്കുന്നത്, അത് ഉണ്ടാക്കിയിട്ട് അത് കൊടുത്തു. പക്ഷേ ഇത് അന്യോന്യം മാറിപ്പോയി കൊടുത്തത്. ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത് അമ്മായിയമ്മയുടെ കയ്യിലും കിട്ടി, അമ്മായിയമ്മയ്ക്ക് കൊടുക്കേണ്ടത് ഭാര്യയുടെ കയ്യിലും കിട്ടി. അതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്മായിയമ്മ പ്രസവിച്ച എന്താ പറയുക വ്യക്തിക്ക് ക്ഷത്രിയത്വം വന്നു. ഇപ്പുറത്ത് സത്യവതിയുടെ മകനായിട്ട് ജമദഗ്നി ജനിക്കുകയും ചെയ്തു. ജമദഗ്നിയാണ് ഋജീകൻ്റെയും സത്യവതിയുടെയും പുത്രനായിട്ട് ജനിച്ചത്. സത്യവതിയുടെ പേരക്കുട്ടിയായിട്ട് ക്ഷത്രിയ സ്വഭാവമുള്ള പരശുരാമൻ ജനിച്ചു.
പരശുരാമനിൽ ശരിക്കും നമ്മളെപ്പോഴും കാണുന്നത് ബ്രാഹ്മണനെക്കാട്ടിലും കൂടുതൽ ക്ഷത്രിയത്വമാണ്. പറയാൻ അദ്ദേഹം ക്ഷത്രിയന്മാരെ മുഴുവൻ വധിച്ച ആളാണ് താൻ. അപ്പം ജമദഗ്നി രേണുകയെ കല്യാണം കഴിച്ചു. ആ രേണുകയ്ക്കും ജമദഗ്നിക്കും ഉണ്ടായിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ പുത്രനായിട്ടാണ് ഭഗവാൻ പരശുരാമസ്വാമിയായിട്ട് വംശാവതാരം എടുത്തത്. ദുഷ്ടക്ഷത്ര വനച്ഛിതേ എന്നാണ് പറയുക ഭഗവാനെ. ദുഷ്ടക്ഷത്രിയന്മാരാകണ കൊടുങ്കാടിനെ വെട്ടിത്തെളിച്ചവനെ എന്നാണ് വിളിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ ഹൈഹയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജവംശമുണ്ട്. ഈ ഹൈഹയന്മാരും ഈ അയാദിയിൽ തന്നെ വരണതാണ്. കൃഷ്ണൻ്റെയൊക്കെ പൂർവികരിൽ വരുന്നതാണത്. ആ ഹൈഹയന്മാരുടെ രാജധാനിയായിരുന്നു മാഹിഷ്മതി. ബാഹുബലി സിനിമയിൽ ആ രാജധാനിയുടെ പേര് മാഹിഷ്മതി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും ഹൈഹയന്മാരുടെ രാജധാനിയായിരുന്നു. ആ മാഹിഷ്മതിയിലായിരുന്നു കാർത്തവീര്യാർജുനൻ അഥവാ സഹസ്രാർജുനൻ എന്ന് പേരോട് കൂടിയിട്ടുള്ള, അതും അദ്ദേഹവും ഒരു നരാംശമായിരുന്നു എന്നാണ് പറഞ്ഞത്. അർജുനൻ്റെയൊക്കെ തന്നെ പൂർവാവതാരങ്ങളായിരുന്നു എന്നൊക്കെ സങ്കല്പമുണ്ട്. ഭാഗവതം അങ്ങനെ പറയണില്ലെങ്കിലും ആ സഹസ്രാർജുനൻ ദത്താത്രേയനെ ഉപാസിച്ചു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് 1000 കരങ്ങളും ഭുജബലവും ഉണ്ടായി. അത്രയും ഭുജബലം ഉണ്ടായി. അഹങ്കാരിയായിരുന്നു. നർമ്മദാ നദിയുടെ ഒഴുക്കിനെ തൻ്റെ കൈകൾ വെച്ചിട്ട് തടഞ്ഞിട്ട് ഡാം പോലെ കെട്ടി സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ട് തൻ്റെ ഭാര്യമാർക്ക് നീന്തി തുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ കഥയുണ്ട് ഈ കാർത്തവീര്യാർജുനെ കൊണ്ട്. ആ സമയത്താണ് ഈ ജലം പൊങ്ങിയപ്പോൾ അവിടെ നർമ്മദയുടെ കരയിൽ ജപിച്ചുകൊണ്ടിരുന്ന രാവണൻ ഈ വെള്ളം എന്താ പൊങ്ങണമെന്ന് കണ്ടിട്ട് അന്വേഷിച്ച് വന്നപ്പോൾ ഇങ്ങനെ ഒരാൾ തടഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടതും കാർത്തവീര്യാർജുനായിട്ട് യുദ്ധം ചെയ്തതും തോറ്റുപോയതും രാവണനെ തോൽപ്പിച്ച ആളാണ് കാർത്തവീര്യൻ. കൃതവീരൻ്റെ പുത്രനായതുകൊണ്ട് കാർത്തവീര്യൻ എന്ന് പേര് വന്നു അദ്ദേഹത്തിന്. ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് അർജുനൻ എന്നായിരുന്നു. 1000 കൈകളുള്ളത് കൊണ്ട് സഹസ്രാർജുനൻ അഥവാ കാർത്തവീര്യൻ്റെ മകനായതുകൊണ്ട് കാർത്തവീര്യാർജുനൻ എന്ന്. അദ്ദേഹം ഇന്നും ഉപാസിക്കപ്പെടുന്നുണ്ട്. ഒരു ദേവനായിട്ട് ഉപാസിക്കപ്പെടുന്ന ആളാണ്. മൂർത്തിയാണ്, മന്ത്രമൂർത്തിയാണ്. കേരളത്തിലും ഇന്ത്യയിലെ ഏത് ഭാഗത്തും വസ്തുക്കൾ മോഷണം പോയാൽ, ഒരു വസ്തു കാണാണ്ടായ, കളവ് പോയി കഴിഞ്ഞാൽ കാർത്തവീര്യാർജുനെയാണ് ഉപാസിക്കുക. കാർത്തവീര്യാർജുനൻ്റെ ഹോമം, മന്ത്രജപം, സ്തോത്രജപം കൊണ്ട് കളഞ്ഞു പോയിട്ടുള്ള സാധനം കൊണ്ട് വീട്ടിൽ ഇനി എന്തെങ്കിലുമൊക്കെ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കാർത്തവീര്യാർജുനോട് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഹങ്കാരം പരിധി വിട്ട് വർദ്ധിച്ചു വന്ന കാലത്താണ് അദ്ദേഹം ജമദഗ്നിയുടെ ആശ്രമത്തിൽ വരുന്നു. ഒരിക്കൽ നായാട്ടിൻ്റെ സമയത്ത് വിശന്ന് തളർന്നിട്ട് അവിടെ വരുമ്പോൾ ഇത്രയും കാർത്തവീര്യാർജുനൻ്റെ സൈന്യത്തിനും അദ്ദേഹത്തിനൊക്കെ ജമദഗ്നി വളരെ സിമ്പിളായിട്ട് ഭക്ഷണവും വെള്ളവും കൊടുക്കും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ കാമധേനു അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കും. കാമധേനുവിനെ കാരണമാണ് അത് സാധിച്ചത്. മനസ്സിലാക്കും. രാജാവിൻ്റെ കയ്യിലാണ് കാമധേനു ഇരിക്കുന്നത്, എനിക്ക് തരണം പറയും. അങ്ങനെ ജമദഗ്നി അത് കൊടുക്കാതിരിക്കുമ്പോൾ സഹസ്രാർജുനൻ അതിനെ ബലമായിട്ട് കാമധേനുവിനെ വലിച്ചു കെട്ടി മാഹിഷ്മതിക്ക് കൊണ്ടുപോകും. തിരിച്ച് ഈ എന്താ പറയുക, ആ കാട്ടിൽ പോയിട്ട് വന്ന പരശുരാമൻ വന്നു കഴിയുമ്പോൾ അച്ഛൻ പറയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഉടനെ തന്നെ അദ്ദേഹം അമ്പും വില്ലും എടുത്തിട്ട് തൻ്റെ മഴുവും എടുത്തിട്ട് സഹസ്രാർജുനൻ്റെ കൊട്ടാരത്തേക്ക് പോകും. കാരണം പരശുരാമൻ പഠനം പൂർത്തിയാക്കി വന്ന കാലമായിരുന്നു അത്. ശിവൻ്റെ കീഴിൽ ശിവനാണ്, 2 പേരാണ് പരശുരാമൻ്റെ ഗുരുക്കന്മാർ. ആത്മവിദ്യയിലും ശ്രീവിദ്യയിലും ദത്താത്രേയൻ, ആയുധവിദ്യയിൽ മഹാദേവൻ. അപ്പോൾ പിന്നെ ആലോചിച്ചറിയാമല്ലോ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട്. ആയുധവിദ്യയിൽ മഹാദേവൻ്റെ ശിഷ്യനാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ പണ്ട് മഹാദേവനും നരനാരായണന്മാരും തമ്മിലൊരു യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ആ നരനാരായണന്മാരുമായിട്ട് യുദ്ധം ഉണ്ടായപ്പോൾ നരൻ ഈ കുശപ്പുല്ലുകൾ, ദർഭപ്പുല്ലുകൾ പറിച്ചെടുത്തിട്ട് നാരായണൻ്റെ കയ്യിൽ കൊടുക്കും. നാരായണൻ അത് ജപിച്ചെറിയും ശിവൻ്റെ നേരെ. അവർ വേറെ ആയുധങ്ങൾ ഉപയോഗിക്കില്ല. അങ്ങനെ ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിവൻ അതിഗംഭീരമായിട്ടുള്ള 2 അറ്റം വായ്ത്തലയുള്ള വലിയ തൻ്റെ പരശു, ഭഗവാന്റെ ശരിക്കും വെൺമഴുവാണ് ഭഗവാന്റെ ആയുധം, തൃശൂലല്ല. തൃശൂലം ശരിക്കൊരു ശക്തിയാണ്. അത് മഴവില്ലിൻ്റെ നിറമുള്ള സർപ്പ. അത് ആവശ്യാനുസരണം അമ്പും വില്ലും ഒക്കെ ആയിട്ട് മാറും, തൃശൂലുമായിട്ട് മാറും. അതിനെ പിനാകെന്ന് പറയും. പിനാകത്തിൻ്റെ സ്വരൂപം 7 നിറമുള്ള മഴവില്ലിൻ്റെ നിറമുള്ളൊരു അത്യുഗ്ര സർപ്പമാണത്. ഒരു യോഗശക്തിയാണ്. അപ്പോൾ ഈ പരശുവിനെ വലിച്ചെറിയുമ്പോൾ ഈ ദർഭ പോയിട്ട് അതിനെ നടുക കീറും, 2ആയിട്ട് മുറിയും. അതുകൊണ്ട് മഹാദേവന് ഗണ്ഡപരശു എന്ന് പേര് വന്നു. മഴു മുറിഞ്ഞവൻ എന്ന് പേര് വന്നു. ഒരു മഴുവിൻ്റെ ഭാഗം മൂപ്പരുടെ കയ്യിൽ തന്നെയുണ്ട്. മറ്റേ മഴു മൂപ്പർ ആർക്കെങ്കിലും യുക്തനായിട്ടുള്ളവന് കൊടുക്കാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന കാലത്താണ് മഹാവിഷ്ണു പരശുരാമൻ്റെ അവതാരം എടുത്ത് ഹയർ ലേണിങ്ങിന് വന്നത് അവിടെ. അപ്പോൾ സന്തോഷമായിട്ട് ഈ മഴുവിനെയാണ് കൊടുത്തത്. അങ്ങനെയാണ് പരശുരാമനായത്. രാമൻ, ഭാർഗവരാമൻ എന്നാണ് ഭഗവാന്റെ പേര് ശരിക്കും, ഭൃഗുവംശത്തിൽ ജനിച്ചുകൊണ്ട് അങ്ങനെ പരശുരാമനായി. ആ പരശുവും പിടിച്ചിട്ടാണ് ഇദ്ദേഹം പോകുന്നത്. ഇന്നും പരശുരാമസ്വാമി നീലാചല പർവ്വതത്തിൽ ആസാമിൽ ചിരഞ്ജീവിയായിട്ട് തൻ്റെ ഗുരുനാഥൻ ദത്താത്രേയനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് സങ്കല്പം. അങ്ങനെ
സഹസ്രാർജുനൻ്റെ പുറകെ പോയി 17 അക്ഷൗഹിണിപ്പടയാണ് പരശുരാമൻ്റെ നേരെ അയച്ചത് കാർത്തവീര്യൻ. 17 അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് സൈന്യങ്ങളാണ്. അത് മുഴുവൻ സിംഗിൾ ഹാൻഡഡ്ലി കൊന്നൊടുക്കി. അതിനുശേഷം ഇവൻ്റെ 1000 കൈകളിൽ ഓരോന്നായിട്ട് പിടിച്ച് വെട്ടി കളഞ്ഞു. 1000 കൈകൾ വെട്ടിക്കളഞ്ഞ് അവസാനം അവൻ്റെ തലയും വെട്ടി. കാർത്തവീര്യാർജുനെ തോൽപ്പിച്ച് കാമധേനുവിനെ കൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് വന്ന സമയത്ത് ജമദഗ്നി ഒറ്റ കാര്യത്തിലാണ് പരശുരാമനെ ശാസിച്ചത്. രാജാവിനെ കൊല്ലരുത്, നിന്നോട് ആരാ രാജാവിനെ കൊല്ലാൻ പറഞ്ഞു എന്ന് ചോദിച്ചു. കോപത്തിനെ അടക്കണം, ഏത് കാര്യം ചെയ്യുമ്പോഴും കോപം അപകടമാണ് എന്ന് ഉപദേശിച്ചു. എന്താണെങ്കിലും അത് കഴിഞ്ഞ് അതിപ്പോൾ നമ്മൾ ശമീകൻ മഹർഷിയുടെ പുത്രൻ ശൃംഗിയുടെ അടുത്ത് നീ പരീക്ഷത്തിനെ ശപിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞില്ല, അതേപോലെ തന്നെ എന്താണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ മക്കൾ പക വീട്ടാൻ നോക്കിയിരുന്നു. പരശുരാമൻ സ്ഥലത്തില്ലാത്തൊരു സമയത്ത് അവർ ജമദഗ്നിയെ വധിച്ചു. ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം, ഒരു വിചിത്ര സംഭവം നടക്കുന്നുണ്ട്. രേണുക പരശുരാമൻ്റെ അമ്മ ഒരു ദിവസം നർമ്മദാ നദിയിൽ ജലമെടുക്കാൻ പോകുന്ന സമയത്ത്, അത് ഈ കാർത്തവീര്യാർജുനൻ്റെ കഥ, കാർത്തവീര്യാർജുനൻ ഈ എന്താ പറയുക, ആദ്യത്തെ ആ സംഭവത്തിന് മുമ്പാണ് അത് ശരിക്കും സംഭവിക്കുന്നത്. നദിയിൽ വെള്ളം എടുക്കാൻ പോയപ്പോൾ അവിടെ ഗന്ധർവന്മാർ കുളിക്കാൻ കണ്ടിട്ട് അവരുടെ മനസ്സൊന്ന് പതറിപ്പോവും. ആ മനസ്സ് പതറിയെങ്കിലും വീണ്ടും തിരിച്ച് മനസ്സ് ശരിയാക്കിയിട്ട് ആശ്രമത്തിൽ വന്നപ്പോൾ ജമദഗ്നിക്ക് മനസ്സിലാവും ഇവളുടെ മനസ്സ് പതറിയിട്ടുണ്ടെന്ന്. ഉടനെ തന്നെ മൂത്ത മക്കളോട് പറയും, ഞങ്ങളെ അമ്മയെ കൊല്ലാൻ പറയും. അവരാരും കൊല്ലാൻ തയ്യാറാവില്ല. പരശുരാമൻ കാട്ടിൽ പോയിരിക്കും, വിറകൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരിക, വീട്ടിലേക്ക് വന്ന് കയറി കെട്ട് വെച്ച ഉടനെ ജമദഗ്നി വിളിച്ചിട്ട് നിൻ്റെ അമ്മയെ കൊല്ലേ പറഞ്ഞു. എന്തിനാണ് കൊല്ലാൻ പറഞ്ഞതെന്ന് പോലും മൂപ്പർക്ക് അറിയില്ല. അച്ഛൻ പറഞ്ഞു, ഉടനെ മഴ കൊടുത്തു ഒരൊറ്റ വെട്ടുവെട്ടി. ഏട്ടന്മാരെയും കൊല്ലാൻ പറഞ്ഞു, അവരെയും കൊന്നു. പിന്നെയാണ് കാര്യം മനസ്സിലാവുന്നത്. എന്താ വരം വേണ്ട, ഞാൻ സന്തുഷ്ടനായി, നീ ഞാൻ പറഞ്ഞതനുസരിച്ചു, എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഏട്ടനെയും ഏട്ടന്മാരെയും അമ്മയും ജീവിപ്പിക്കണം. ഈ നടന്നതൊന്നും അവർക്ക് ഓർമ്മയുണ്ടാവരുത്, കാരണം ട്രോമയുണ്ടാവും മനസ്സിൽ, ഇതുമായിട്ട് ഓർത്ത് പിന്നെ നല്ലൊരു ജീവിതം ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മറവി ഉണ്ടാവണം. ജമദഗ്നി തൻ്റെ ശക്തി കൊണ്ട് അവരെ പുനർജീവിപ്പിക്കുകയും അവർക്ക് ഇങ്ങനൊരു ദുരന്തം നടന്ന ഓർമ്മ നശിപ്പിച്ച് കളയുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു പ്രല്യൂഡുണ്ട് ഇതിന്. എന്നിട്ടാണ് സഹസ്രാർജുനൻ ഈ തട്ടിക്കൊണ്ടുപോക്കും ഇതൊക്കെ സംഭവിക്കുന്നു. അങ്ങനെ കാർത്തവീര്യനെ കൊന്നതിൻ്റെ പ്രതികാരമായിട്ട് കാർത്തവീര്യൻ്റെ മക്കൾ വന്ന് ജമദഗ്നിയുടെ തലയറുത്തിട്ട് വീണ്ടും പരശുരാമൻ ജീവിപ്പിക്കാതിരിക്കാൻ വേണ്ടി ജമദഗ്നിയുടെ തലയും സഞ്ചിയിലിട്ടിട്ട് അവർ പോയി. രേണുക വാവിട്ട് നിലവിളിച്ച് ബോധരഹിതയായിട്ട് അവിടെ കിടന്നു. പരശുരാമൻ വരുമ്പോൾ കാണുന്നത് അച്ഛൻ്റെ തലയില്ലാത്ത ഉടലാണ്. എങ്ങനെ സംസ്കാരം കഴിക്കും? പ്രേതമായിട്ട് അലയില്ലേ? മഴുവെടുത്തു ഒരു പോക്കങ്ങോട്ട് പോയി. ആ പോയതിലാണ് ഭഗവാന്റെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ ദുഷ്ടക്ഷത്ര വനച്ഛിതേ എന്ന് നമ്മൾ പറയണതിൻ്റെ പവർ എന്താണെന്ന് മനസ്സിലാവുക. ദുഷ്ടന്മാരായ ക്ഷത്രിയന്മാരുടെ കാടുകളെ വെട്ടിത്തെളിച്ചവൻ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച് അദ്ദേഹം ക്ഷത്രിയന്മാരെ കൊന്ന് സമന്തപഞ്ചകം എന്ന് പറയുന്ന സ്ഥലത്ത് പഞ്ചഹൃതങ്ങൾ തീർത്തു എന്നാണ്. 5 ലേക്കുകൾ ഉണ്ടാക്കിയെന്ന് രക്തം കൊണ്ട്, 5 തടാകങ്ങൾ. ആ 5 തടാകങ്ങളുടെ സമന്തപഞ്ചകത്തിൽ തന്നെയാണ് പിൽക്കാലത്ത് കുരുക്ഷേത്രം ഉണ്ടാവുന്നത്. കുരു എന്ന് പറയുന്ന രാജാവ് ആ സ്ഥലത്തിനെ ഒരു പുണ്യതീർത്ഥാടന കേന്ദ്രവും ഒരു വലിയ പ്രദേശം ആ സംരക്ഷിക്കുന്ന രീതിയിലാക്കി അവിടെയാണ് യുദ്ധം നടത്താൻ തീരുമാനിച്ചത്. കാരണം അവിടെ മരിച്ചവർക്കൊക്കെ മുക്തിയാണ്. അതുകൊണ്ടാണ് കുരുക്ഷേത്രത്തിൽ പോയിട്ട് യുദ്ധം ചെയ്തത്. അവിടെ മരിച്ച ഏതൊരു സാധാരണ പട്ടാളക്കാരൻ പോലും പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. അതുകൊണ്ട് കുരുക്ഷേത്രത്തിൽ പോയി. ഈ പഞ്ചഹൃതങ്ങളുടെ സമന്തപഞ്ചകം ഇന്നും ഉണ്ട് ഹരിയാനയിൽ. അതൊക്കെ ഇന്ന് തടാകങ്ങളായിട്ടാണ് കിടക്കുന്നത്. ഏകദേശം 64 കിലോമീറ്ററോളം ചുറ്റളവ് വരുന്ന ഒരു വലിയ പ്രദേശമാണ് ഈ സമന്തപഞ്ചകം എന്ന് പറയുന്നത്. അതിൻ്റെ പേരിന് അതുകൊണ്ടാണ് സമന്തപഞ്ചകം എന്ന് പറഞ്ഞാൽ 5 തടാകങ്ങളോട് കൂടിയിട്ടുള്ള സ്ഥലം. അതിനുശേഷം ഭഗവാൻ ക്ഷത്രിയന്മാരെ 21 വട്ടമാണ് ഭൂമി ചുറ്റി സഞ്ചരിച്ചിട്ട് നശിപ്പിച്ചത്. തൻ്റെ അച്ഛൻ്റെ ഇവർ തട്ടിക്കൊണ്ടുപോയ ശിരസ് അദ്ദേഹം തിരിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് യോജിപ്പിച്ച് ആ മൃതദേഹം ദഹിപ്പിച്ച് അച്ഛന് വേണ്ട എല്ലാ പിണ്ടോദകക്രിയകളും ചെയ്തതിന് ശേഷം അദ്ദേഹം സരസ്വതി നദിയിൽ പോയിട്ട് തൻ്റെ മഴു കഴുകിയെന്ന്. ആ മഴു അങ്ങോട്ട് തേച്ചങ്ങോട്ട് കഴുകി തന്നെ കുളിപ്പിച്ച് ശുദ്ധനായി ഈ ക്ഷത്രിയന്മാരെ മുഴുവൻ വധിച്ചതുകൊണ്ട് കിട്ടിയിട്ടുള്ള ഭൂമിയെ മുഴുവൻ ദാനം ചെയ്തു. ഇതൊന്നും എനിക്ക് ആവശ്യമില്ല,
നരസിംഹം എങ്ങനെയാണോ ഹിരണ്യകശിപുവിൻ്റെ സാമ്രാജ്യം കൈ കിട്ടിയുടനെ അത് പ്രഹ്ലാദന് തിരിച്ചു കൊടുത്തത്, അതേപോലെ പരശുരാമൻ അത് മുഴുവൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്നാണ്. അതിനുശേഷം മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോയി ഇന്നും അവിടെ ജീവിച്ചിരിക്കണം. ഇത് ഒരു വളരെ വിശേഷപ്പെട്ട കഥയാണ്. പരശുരാമൻ്റെ അവതാരം ഏകദേശം ഒരു 3 മണിക്കൂറോളം ഉള്ള ഒരു വീഡിയോ ഉണ്ട് എൻ്റെ. അതിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിത രീതി എന്താണ്, അദ്ദേഹത്തിൻ്റെ ഉപാസന എന്താണ്, അദ്ദേഹത്തിൻ്റെ ഫിലോസഫി എന്താണ്, ഇതൊക്കെ പറഞ്ഞിട്ട് ഇന്നും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ആധ്യാത്മിക സാധനയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ 2 ആൾക്കാരോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആരെ വേണമെങ്കിൽ ഉപാസിച്ചോ, നിങ്ങൾ സ്വാമി ഉപാസിച്ചോ, മുരുകനെ ഉപാസിച്ചോ, ചാത്തൻ സ്വാമി ഉപാസിച്ചോ, ആരെ വേണമെങ്കിൽ ഉപാസിച്ചോ, 2 ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചാൽ ഉടനടി നിങ്ങൾക്ക് മറുപടി കിട്ടും. 3-മതൊരാളുണ്ട്, മെല്ലെ തരുള്ളൂ. നാരദ മഹർഷി മെല്ലെ തരുള്ളൂ. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർഗം കാണിച്ചു തരും. പക്ഷേ പരശുരാമസ്വാമി സാധന ശരിയാവുന്നില്ല, പ്രാരബ്ധങ്ങൾ മനസ്സ് നിൽക്കുന്നില്ല, പ്രാർത്ഥിക്കുക. ജപം ശരിയാവണില്ല, ഹനുമാൻ സ്വാമിയോട് പറയുക. ഇവർ 2 പേരും വിളിപ്പുറത്തുള്ള 2 ദേവതാശക്തികളാണ് സാധകരെ സംബന്ധിച്ചിടത്തോളം. ആധ്യാത്മികമായിട്ട് നമുക്ക് വളരണമെങ്കിൽ ഇവർ 2 പേരോടൊന്ന് മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഭഗവാനെ ഒന്ന് ശരിയാക്കി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിലുള്ള മാർഗ്ഗനിർദ്ദേശം വരും. നിങ്ങൾക്ക് ചിലപ്പോൾ വിശേഷ ദർശനം തന്നെ കിട്ടും. അങ്ങനത്തെ 2 ആൾക്കാർ, കാരണം ശരീരമായിട്ട് നടക്കുന്നവരാണ് ഇന്നും. അപ്പോൾ അത് മനസ്സിലുണ്ടായിരിക്കുക. എന്താണെങ്കിലും ഈ ദുഷ്ടക്ഷത്രിയ രാജാക്കന്മാരെയൊക്കെ കൊല്ലുന്ന ആ പരശുരാമൻ്റെ തത്വം എന്താണെന്ന് വെച്ചാൽ രജോഗുണവും തമോ ഗുണവും ക്ഷത്രിയന്മാർ. ആ രജോഗുണ തമോ ഗുണ വൃത്തികളെ ബ്രഹ്മജ്ഞാനിക്ക് കൊല്ലേണ്ടി വരും, ബ്രഹ്മജിജ്ഞാസുക്കൾക്ക് കൊല്ലേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് വേദത്തെ കൈ പിടിച്ചിട്ട് എന്ന് പറയുമ്പോൾ ഛന്ദസ് നമ്മൾ എന്തുകൊണ്ടാണ് ഗായത്രി 21 പ്രാവശ്യം ചെല്ലണം എന്നാണ് പറയുക. 21 വട്ടം ക്ഷത്രിയരെ കൊന്നു. അപ്പോഴാണ് അത്ര ഈ ദുഷിപ്പൊക്കെ പോയത്. അപ്പോൾ നമ്മുടെ അകത്തുള്ള ദുഷിപ്പുകൾ ദിവസം രാവിലെ ഒരു 21 പ്രാവശ്യം ഗായത്രി ചെല്ലുക. ഗായത്രിയാണ് അവിടെ മഴു. അത് വെച്ചിട്ട് നമ്മുടെ അകത്തുള്ള ക്ഷത്രിയന്മാരെയൊക്കെ കൊന്ന് പഞ്ചഹൃതങ്ങൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കാനുള്ള തടാകങ്ങൾ തീർക്കുക. ഇതൊക്കെ അതിൻ്റെ ചില ഭാഗങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് നഹുഷൻ്റെ 18-ാമത്തെ അധ്യായത്തിൽ യയാതിയുടെ ചരിത്രം പറയണം. നഹുഷൻ്റെ വംശത്തിൽ എനിക്കിത്തിരി പനിയുണ്ട്, അതുകൊണ്ടാണ് ആകെ ഒരു ശരിയല്ലാന്ന്, ദേഹത്തിന് ഒരു സുഖമില്ല. അപ്പം നഹുഷൻ്റെ വംശത്തിൽ യയാതി എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു എന്ന് പറയണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും യയാതിയുടെ കഥ അറിയാം. യയാതി എന്ന് പറഞ്ഞാൽ യാതി എന്നാണ് അർത്ഥം. ആത്മസാക്ഷാത്കാരത്തിന് ഒരു താല്പര്യമില്ലാണ്ട് ആരുടെ മെൻ്റൽ ആക്ടിവിറ്റികളാണോ അവിടെ ഇവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് നടക്കുന്നത് അവൻ യയാതി. അപ്പോൾ നമ്മളൊക്കെ യയാതികളാണ് അല്ലേ? മെജോറിറ്റി മനുഷ്യരും യയാതികളാണ്. അങ്ങനെയുള്ളവർക്കാണ് യൗവനം പോരാ തോന്നുന്നത്. യൗവനം പോരാന്നാ തോന്നുക. ആ യയാതി ആദ്യം ശുക്രൻ്റെ പുത്രി ദേവയാനിയെ വിവാഹം ചെയ്തു. എങ്കിലും അവളുടെ ദാസിയായിട്ടിരിക്കുന്ന അസുര രാജകുമാരി ശർമ്മിഷ്ഠയായിട്ട് അവിഹിതമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നു അയാൾക്ക്. അത് കാരണം ശുക്രൻ രാജാവിനെ, എടാ സ്ത്രീകാമി, നീ സത്യമില്ലാത്തവനാണ്, നീ ഷണ്ഠനായിട്ട് വൃദ്ധനായി പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു എന്നാണ്. ശരിക്കും ഷണ്ഠത്വം കൂടെ കൊടുത്തു എന്നാണ് സങ്കല്പം. അപ്പോൾ യയാതി തകർന്നു. എനിക്ക് അങ്ങയുടെ പുത്രിയായിട്ട് ജീവിത സുഖങ്ങൾ അനുഭവിക്കണേൽ ഇനിയും തൃപ്തി വന്നിട്ടില്ല, അതുകൊണ്ട് ഈ ശാപം കൊണ്ട് അങ്ങയുടെ പുത്രിക്ക് തന്നെയാണ് അനിഷ്ടം ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ശുക്രൻ ഒരു ശാപമോക്ഷം കൊടുത്തു അത്ര. ശരി, ഏതൊരാളാണോ നിനക്ക് സന്തോഷത്തോട് കൂടിയിട്ട് നിനക്ക് യൗവനം തരണത്, അങ്ങനെയാണെങ്കിൽ അവന് നിൻ്റെ വൃദ്ധാവസ്ഥ കൊടുത്തിട്ട് നീ നിൻ്റെ യൗവനത്തിനെ തിരിച്ചു വാങ്ങിക്കൊള്ളാനൊരു ശാപമോക്ഷം കൊടുത്തു. യയാതി കൊട്ടാരത്തിൽ വന്നിട്ട് മൂത്ത മകൻ യദുവിനെ വിളിച്ചു, എനിക്ക് സംസാര സുഖങ്ങൾ തൃപ്തി വരില്ല, അതുകൊണ്ട് എൻ്റെ വൃദ്ധാവസ്ഥ എടുത്തിട്ട് യൗവനം തരണം എന്ന് പറയും. 18-ാമത്തെ അധ്യായം 39-ാമത്തെ ശ്ലോകത്തിലാണ് ലോകത്തിലെ ഏറ്റവും വിചിത്രമായിട്ടുള്ള ഈ ആവശ്യം ഒരച്ഛൻ മകനോട് പറയണത്. ഇതിൻ്റെ വേറൊരു രൂപമാണ് ഭീഷ്മർ ചെയ്തത്, ശന്തനും ഭീഷ്മരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഭഗവാൻ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, അച്ഛൻ്റെ കാമത്തിന് കൂട്ടുനിന്നു അങ്ങ് ജനങ്ങളോടുള്ള കടമ മറന്നിട്ട്. അതുകൊണ്ട് വർഗസങ്കരം സംഭവിച്ചു. വർഗസംഭരം സംഭവിച്ചുകൊണ്ടാണ് ഈ യുദ്ധം ഉണ്ടായതെന്ന് പറഞ്ഞു. അങ്ങാണ് ഈ യുദ്ധത്തിന് ഉത്തരവാദി എന്നാണ് പച്ചയ്ക്ക് പറഞ്ഞത് കൃഷ്ണൻ. മുഖത്ത് നോക്കി പറഞ്ഞു, ഇവിടെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് പറയും, എനിക്ക് വൃദ്ധാവസ്ഥ വേണ്ട, കാരണം മനുഷ്യരൊക്കെ തന്നെയും വിഷയസുഖങ്ങൾ അനുഭവിച്ചറിയാണ്ട് അത് നോടി രക്ഷപ്പെട്ടിട്ട് വിരക്തരാവില്ല. അത് അനുഭവിച്ച് തൃപ്തിയാവണം, ഈശ്വരങ്കലേക്ക് സമർപ്പിക്കണം, എന്നാൽ തൃപ്തി വരും, എന്നാലേ മോക്ഷത്തിൽ മാർഗമുള്ളൂ. അല്ലാണ്ട് ഒളിച്ചോട്ടങ്ങൾ നടത്തിയിട്ടും അടിച്ചമർത്തിയിട്ടും രക്ഷപ്പെടില്ല എന്ന് സത്യമായിട്ട് പറയും. മറ്റു മക്കളും ഇതേമാതിരി പറയും. പക്ഷേ ഏറ്റവും ഇളയ പുത്രൻ പുരു തൻ്റെ യൗവനം പിതാവിന് കൊടുത്തിട്ട് ആ വയസ്സുകാലം അദ്ദേഹം വാങ്ങി അതിൻ്റെ
ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാൻ തുടങ്ങി. അപ്പോൾ യയാതിയുടെ കഥയിലും ശുഗമഹർഷി ഈ ദുർവാസനയുടെ സ്വരൂപത്തിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. യയാതി യൗവനമൊക്കെ ലഭിച്ചിട്ട് വീണ്ടും വിഷയസുഖങ്ങളൊക്കെ അനുഭവിക്കാൻ തുടങ്ങി. ദേവയാനോട് കൂടിയിട്ട് യയാതി അനവധി യജ്ഞങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിച്ചു. കാരണം അവിടെ നമ്മൾ വിചാരിക്കുന്നത് ഭക്തി കൊണ്ടാണ്, കാര്യസാധ്യത്തിനുള്ള ആരാധന. അതൊക്കെ കാര്യസാധ്യത്തിനാണ്. വിഷയസുഖത്തിൽ ആഗ്രഹിക്കുന്നവൻ ഭഗവാനെ ആരാധിക്കുള്ളൂ. അതുകൊണ്ട് യയാത്ര യജ്ഞങ്ങൾക്കൊക്കെ വിഷയസുഖത്തിന് വേണ്ടിയിട്ടുണ്ട്. കർമ്മകാന്ഡം എന്ന് നമ്മൾ പറയും, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഇന്ദ്രിയങ്ങളും മനസ്സും കൊണ്ട് 1000 വർഷങ്ങൾ സുഖങ്ങൾ അനുഭവിച്ചിട്ടും അയാൾക്ക് തൃപ്തി വന്നില്ല. പക്ഷേ ഏതോ ഒരു ദിവസം മേൽപ്പത്തൂരിന് കവടിപ്പലക ചാടിക്കടന്ന് പോയപ്പോൾ ഉണ്ടായ പോലെ പെട്ടെന്ന് അയ്യോ ഞാൻ നശിച്ചല്ലോ, ഞാൻ ഇത്രയും കാലം മോശപ്പെടുത്തിയല്ലോ എന്നൊരു ചിന്ത വന്നു. വിഷയമോഹങ്ങളിൽ നിന്ന് വിരക്തനായിട്ട് ദേവയാൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ മായയിൽ മോഹിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ മറന്നുപോയത്. എങ്ങനെയുണ്ട്? അവനവൻ നന്നാവാത്തതിന് ഭാര്യ മായയാണെന്ന്. അവനവൻ നന്നാവാത്തതിന് ഭാര്യ മായയാണെന്ന് പറയുക. ഞാൻ ഇന്നലെ മോഹിനിയുടെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു, കാണുന്നവൻ്റെ കണ്ണിലാണ് പ്രശ്നം ഇരിക്കുന്നത്. മായാമോഹിനിയായിട്ടുള്ള ഗുരുവായൂരപ്പനെ കണ്ടാൽ അമ്മയെന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കാൻ സാധിക്കുന്നവൻ ബ്രഹ്മജ്ഞാനിയാണ്. അവളെ കാമിച്ചാലോ പണി കിട്ടി. അപ്പം മായയിലും ഭഗവാനെ കാണാൻ സാധിക്കണം. കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. അല്ലാണ്ട് ഭാര്യയെ കുറ്റം പറയല്ലോ വേണ്ട, അല്ലെങ്കിൽ ഭർത്താവിനെ കുറ്റം പറയല്ലോ വേണ്ട. ഇവിടെ യയാതി എല്ലാവരും പറയണ പോലുള്ള ഈ മണ്ടത്തരം വിളിച്ച് പറയണം. എന്നിട്ട് വലിയ തത്വജ്ഞാനമൊക്കെ പറയുന്നുണ്ട്, ഹിരണ്യകശിപുവിനെ പോലെ. ആ തത്വജ്ഞാനമൊക്കെ കേട്ടിട്ട് ഇതൊക്കെ പറഞ്ഞ് ഭാര്യയോട് പറഞ്ഞിട്ട് പുരുവിന് അയാളുടെ യൗവനം തിരിച്ചു കൊടുത്ത് വാർദ്ധക്യം തിരിച്ച് ഇങ്ങോട്ട് മേടിച്ച് പുരുവിനെ രാജ്യഭാരം ഏൽപ്പിച്ച് ബാക്കി മക്കൾക്കൊന്നും രാജ്യാവകാശം കൊടുക്കാണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഇവർക്ക് എങ്ങനെയാണ് ഈ ജനായത്ത ഭരണം വരാൻ കാരണം യദുവിൻ്റെയൊക്കെ വംശത്തിലാണ്. പുരുവിന് മാത്രമാണ്, ആ പൗരവന്മാർക്ക് മാത്രമാണ് രാജ്യഭരണം കൊടുത്തത്. പരബ്രഹ്മത്തിനെ ആത്മരൂപത്തിൽ ധ്യാനിച്ച് ബ്രഹ്മത്തെ പ്രാപിച്ചു, സ്ഥൂലദേഹത്തെ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. യയാതിക്ക് മോക്ഷം കിട്ടിയിട്ടുണ്ട്. 28ാമത്തെ ശ്ലോകം 19ാമത്തെ അധ്യായത്തിൽ യയാതിയുടെ മോക്ഷം പറയുന്നുണ്ട്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ദേഹാഭിമാനം കൂടും. പ്രണയം വന്നാൽ തന്നെ ദേഹാഭിമാനം കൂടും. കൂടുതൽ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാനൊക്കെ തുടങ്ങും. കൂടുതൽ നന്നായിട്ട് പ്രസൻറ്റബിൾ ആവാൻ തുടങ്ങും. ജോലിയിൽ കയറിയാലും പ്രസൻറ്റബിൾ ആവാൻ തുടങ്ങും ആദ്യകാലത്ത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പുല്ല് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എടുത്തിട്ട് പോകുന്ന അവസ്ഥ വരും. എങ്ങനെയാണെങ്കിൽ ദേഹാഭിമാനം വർദ്ധിക്കും. ഇത് രണ്ടും ആത്മജ്ഞാനത്തിന് വലിയ വിഘ്നമാണ്. എന്ന് വെച്ചിട്ട് വിവാഹം കഴിക്കരുത്, പ്രണയിക്കരുത്, ജോലിക്ക് പോരുന്നതല്ല അർത്ഥം. ആ ശരീരം ഭഗവാന്റെ ശരീരമാണ്, അതിനെ ഞാൻ നന്നായിട്ട് അലങ്കരിക്കണമെന്നുള്ള ഭാവേന വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷവും പോയി കിട്ടും. ബ്രഹ്മത്തിലേക്ക് സമർപ്പിച്ചു വിടണം. ഏത് ബുദ്ധിയും ബ്രഹ്മത്തിലേക്ക് സമർപ്പിച്ചു വിടുക, അങ്ങനെ നടക്കുള്ളൂ. ആരുടെ ഹൃദയം കൂട്ടുകെട്ടുകൾ കൊണ്ട് ദുഷിക്കത്തക്ക വിധം ചഞ്ചലമാണോ? ചില ആൾക്കാർക്ക് എത്ര വൃത്തികെട്ട മനുഷ്യരുടെ ഇടയിലിരുന്നാലും ഒരു കുഴപ്പവും വരില്ല. എത്ര വൃത്തികെട്ട മനുഷ്യരുടെ ഇടയിൽ ഒരു കുഴപ്പവും വരില്ല. ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഞാൻ മണിപ്പാലിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ കൂടെ താമസിച്ചിരുന്ന 7 പേരും കഞ്ചാവ് അടിക്കുന്ന ആൾക്കാരെ. 7 പേര്. ആ 7 പേരിലും ചിലവർ കിക്കിന് വേണ്ടി പെട്രോൾ എടുത്തിട്ട് മണക്കും. എന്നാൽ മഹാബുദ്ധിമാന്മാരാണ്, ചില്ലറ ബുദ്ധിയൊന്നുമല്ല. ഞാൻ എന്തിനേത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ജീവിതത്തിൽ പിന്നീട് തിരിച്ചറിവുകൾ വന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതിൻ്റെ സന്തോഷമാണ്. ഇന്നിപ്പോൾ അവരൊക്കെ തന്നെയും ശരിയായിട്ടുള്ള പാതയിലേക്ക് പോയി. അന്നത്തെ കാലത്ത് അവർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാനായി ഇവർ മിക്കവരും എന്നേലും വയസ്സുകൊണ്ട് മൂത്തവർ വരും. കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞുകൊണ്ട് പഠിക്കാൻ പോയി. അവരൊക്കെ ഭാരതത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മീഡിയ സ്ഥാപനങ്ങളിൽ നിന്ന് 1 വർഷമോ 2 വർഷമൊക്കെ വർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള വ്യക്തികളായിരുന്നു. അതുകൊണ്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞു വെച്ചാൽ, നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് എവിടെയും ഇരിക്കാം. അവിടെ പോയിട്ടാണ് ഞാൻ നശിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിപ്പാണ്. നമുക്ക് അതായത് എപ്പോഴും നമ്മൾ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ ഇൻഡസ്ട്രി, ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രലോഭനങ്ങളുടെ കേന്ദ്രമാണ്. അത് ഇറ്റ് ഈസ് അപ് ടു അസ് വെദർ വി ഷുഡ് ഫോൾ ഇൻ ടു ഇറ്റ് ഓർ നോട്ട് എന്നുള്ളത്. അവിടെ നമ്മൾ കലയെ സ്നേഹിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ആർട്ടാണ് നമ്മളവിടെ ചെയ്യുന്നത്. ആ ബോധത്തോടെ നിൽക്കുന്നുണ്ട്. മനുഷ്യരെപ്പോഴും നടന്മാരുടെയും നടിമാരുടെയും വിശേഷങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ അപൂർവം ചിലത് സിനിമ എന്ന് പറഞ്ഞ കലയിലാണ് കുടുങ്ങിക്കിടക്കുന്നത്. ആ വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ ഇത് വലിയ വിഷയമായിട്ടല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അനുഭവങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളൂ. ഇത് കേൾക്കുന്ന ആൾക്കാർ അവരവരുടെ അനുഭവങ്ങളെ അതിനനുസരിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ അനുഭവം അല്ലാത്ത വേറെ ഏത് കാര്യം കാണാപ്പാടം പഠിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറില്ല. ഹൃദയത്തിൽ കയറണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ അനുഭവിച്ചത് പറയണം. ശുഗമഹർഷി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് പറയണത്. അദ്ദേഹം കണ്ട കാര്യങ്ങൾ, അദ്ദേഹം ജീവിതത്തിൽ ഒബ്സർവ് ചെയ്ത് പഠിച്ച കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ സമാധിയിൽ കണ്ട കാര്യങ്ങൾ, ഇതൊക്കെ അനുഭവത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ബുദ്ധനാവുമ്പോൾ ബുദ്ധൻ പറയണത് എന്താ? ജാതക കഥകളിൽ പറയണത്, ഞാൻ ഇത്രയും ജന്മങ്ങളിൽ പാറ്റയായിട്ടും പൂച്ചയായിട്ടും
കാമുകനായിട്ടും ഭർത്താവായിട്ടും രാജാവായിട്ടും പ്രജയായിട്ടും ഭിക്ഷക്കാരനായിട്ടും ധനികനായിട്ടും ഒക്കെ ജീവിച്ച കഥകളിൽ കൂടെ താൻ പഠിച്ചതെന്ത്, എങ്ങനെ ഞാൻ ഇന്നത്തെ ബുദ്ധനായി, ഇതിൽ നിന്നൊക്കെ പഠിച്ച പാഠങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞ പോലെ നമ്മളും പാഠങ്ങൾ പഠിച്ച് റിഫൈൻഡായി പോകാനുള്ള സുവർണാവസരം ഈ മനുഷ്യ ശരീരം വെച്ചിട്ട് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നു. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം. മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം ആയോധനവുമാണ് ആരാധനയുമാണ്. ഇറ്റ് ഈസ് എ ഫൈറ്റ്, ഇറ്റ് ഈസ് എ ബാറ്റിൽ ആസ് വെൽ ആസ് വർഷിപ്പ്. ഈ ബോധം നമുക്കുണ്ടാവണം. ആ ഫൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, വി ഷുഡ് ചൂസ് അവർ ബാറ്റിൽസ്. എല്ലാ സ്ഥലത്തും പോയിട്ട് അടി ഉണ്ടാക്കാൻ നിൽക്കരുത്. അടി ഉണ്ടാക്കേണ്ട സ്ഥലത്ത് അടി ഉണ്ടാക്കണം. യുദ്ധം ചെയ്യേണ്ട സ്ഥലത്തെ എഫർട്ട് ഇടാവും. ആരാധന അതുമാതിരിയാണ്. കണ്ണി കണ്ട മാതിരി ആരാധിക്കരുത്. ഫോക്കസ്ഡായിട്ട് ആരാധിക്കണം. എന്തിലും ഫോക്കസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ആ കൊണ്ടുവരുന്നതിന് ഈശ്വരോന്മുഖമായിട്ട് ചെയ്യുക, ഭഗവാന്റെ കൈപിടിച്ച് ചെയ്യുക. ഞാനിപ്പോൾ എത്രയോ നോട്ടുണ്ടാക്കി കൊണ്ടുവരും. എന്തിനാണ് ഞാൻ നോട്ടുണ്ടാക്കണം? ഞാൻ നോട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ അഹങ്കാരിയോ. എല്ലാ തവണയും പുതിയ പുതിയ നോട്ടുണ്ടാക്കും. ഒരേ വിഷയം പറഞ്ഞാലും പുതിയ നോട്ടുണ്ടാക്കും. ഗുരുവായൂരപ്പൻ അടിച്ചു പഠിപ്പിച്ച കാര്യം അത്. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് പറയും, ഭഗവാനെ അങ്ങയുടെ ഇഷ്ടം പോലെ പറയണേന്ന് പറയും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ മാറി അത് എക്സ്റ്റംബറാവും. അതിൻ്റെ ക്രക്സ് മാത്രം പിടിച്ചു പോകാനേ അദ്ദേഹം സമ്മതിക്കുള്ളൂ. ചിലത് പറയണമെന്ന് വിചാരിക്കും, അപ്പോൾ തടസ്സം ഉണ്ടാക്കും. ഒന്നുമില്ലെങ്കിൽ മണിയടിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും എണീച്ച് കിടക്കും. അപ്പോൾ പോയി അത് അവർക്ക് കിട്ടണില്ല. അതുകൊണ്ട് എനിക്ക് തടസ്സങ്ങൾ വരണം. പലപ്പോഴും ഞാനത് ഭഗവാന്റെ കൽപ്പനയായിട്ടാണ് കാണാറ്. ഒരു തടസ്സം വന്നാൽ ഉറപ്പിക്കാം ആ ഭാഗം അവിടെ പറയണ്ടെന്നാണ്. അവിടെയുള്ള ഓഡിയൻസിന് അത് പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ നിശ്ചയമാണ്. ചിലത് ഒരു കാര്യമില്ലാണ്ട് ഒരു ബന്ധമില്ലാത്തത് ഓർമ്മ വരും. ഇത് ചൂസിങ്. അപ്പോൾ ഭഗവാൻ തന്നെ അത്രയും ഫോക്കസ് കൊടുക്കണം ഓരോ കോണ്ടെക്സ്റ്റിലും എന്ത് പറയണം എന്നുള്ളതിന്. അതുകൊണ്ട് അർജുനനോട് പിന്നീട് പറഞ്ഞ്, അർജുന യുദ്ധസമയത്ത് നീയും യുദ്ധസമയത്ത് ഞാനും ഇന്നില്ല, അന്നത്തെ കോണ്ടെക്സ്റ്റ് ഇന്നില്ല എന്ന് പറഞ്ഞിട്ട് അനുഗീത പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ജീവിതത്തിനെ ആയോധനമാക്കുകയാണെങ്കിലും ആരാധനയാക്കുകയാണെങ്കിലും കോണ്ടെക്സ്റ്റ് അറിഞ്ഞ് ഫോക്കസോട് കൂടിയിട്ട് ഭഗവാന് സമർപ്പിച്ചിട്ട് പെരുമാറണമെന്ന് ഇത്രയും നേരത്തെ കഥകളിൽ കൂടെ ശുകമഹർഷി പഠിപ്പിച്ചു തന്നു. അതിനുശേഷം ദുഷ്യന്തൻ്റെ വംശമാകണ പുരുവംശത്തിനെ പറ്റിയിട്ട് ശുകമഹർഷി പറഞ്ഞു കൊടുക്കുന്നു. ദുഷ്യന്തൻ ശകുന്തളയിൽ ആസക്തനായി ആദ്യം അവളെ ഗർഭിണിയാക്കി. തനിക്കറിയില്ല, മഹാഭാരതത്തിൽ അഭിജ്ഞാന ശാകുന്തളത്തിൽ പറയണത് വരെ ദുർവാസാവ് വന്ന ശപിച്ചു ദുഷ്യന്തനെ മറന്നു. ദുഷ്യന്തൻ ശകുന്തള നീ ആരെയാണോ ആലോചിച്ചിരിക്കണം അവൻ നിന്നെ മറന്നു പോട്ടെ എന്ന് പറഞ്ഞൊക്കെ കാളിദാസൻ്റെ ഭാവനയാണ്. വ്യാസമഹർഷി സത്യം എഴുതിയിരിക്കുന്നത്, ഏത് നാട്ടിലെയും ധനികനെ പോലെ ഒരു കാട്ടിൽ വന്നിട്ട് ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയെ വശീകരിച്ച് ഗർഭിണിയാക്കിയിട്ട് അവളെയും കൊണ്ട് അവരുടെ വീട്ടുകാർ ചെല്ലുമ്പോൾ ഇവൾ ആരാന്ന് ചോദിക്കുന്ന അത്രയും അധമത്വം തന്നെയാണ് ദുഷ്യന്തൻ കാണിക്കുന്നത്. മഹാഭാരതത്തിൽ അങ്ങനെ തന്നെയാണ് കഥ, ഭാഗവതത്തിലും അങ്ങനെ തന്നെയാണ് കഥ. ദുർവാസാവും അഭിജ്ഞാനവും ഈ മോതിരത്തിൻ്റെ കഥയൊക്കെ വരുന്നത് കാളിദാസൻ്റെ ഭാവനയാണ്. അദ്ദേഹത്തിനെ ഡ്രമറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തത്. എങ്ങനെയാണെങ്കിലും സദ്ബുദ്ധി വന്നതുകൊണ്ട് ദുഷ്യന്തൻ അവളെ സ്വീകരിച്ചു. അവരുടെ പുത്രനായിട്ട് സർവ്വധമന ഭരതൻ ജനിച്ചു. സിംഹത്തിൻ്റെ പല്ലെണ്ണിക്കളിക്കുന്ന കുട്ടിയായിട്ടാണ് അവതരിപ്പിക്കുന്നത് കാളിദാസൻ. ദുഷ്യന്തൻ കാട്ടിൽ വരുമ്പോൾ ഒരു കുട്ടി സിംഹക്കുട്ടിയുടെ പല്ലെണ്ണി കളിക്കുന്നു. അങ്ങനെയാണ് ഭരതനെ അവതരിപ്പിക്കണത്. ആ ഭരതൻ്റെ വംശമാണ് പാണ്ഡവന്മാരുടെയൊക്കെ വംശമായിട്ട് മാറുന്നത്. ഈ ഭരതനാണ് മഹാഭാരത പ്രകാരം ഭാരതത്തിന് ഈ പേര് വരാൻ കാരണം. ഭരത ട്രൈബ് എന്ന് പറയും. ഇന്നത്തെ ഡൽഹിയുടെയും പ്രാന്തപ്രദേശങ്ങളിൽ ഹസ്തിനപുരത്തിൻ്റെയും അതായത് ഹരിയാനയുടെയും ആ ഡൽഹിയുടെ ബോർഡർ പ്രദേശങ്ങളിൽ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഗോത്രവർഗത്തിൻ്റെ കഥയാണ് മഹാഭാരതം. ആ ഗോത്രവർഗത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടു പിന്നെ ഇക്കണ്ട ഭൂവിഭാഗം മുഴുവൻ. കാരണം അത്ര മഹാത്മാക്കളാണ് ആ ഗോത്രവർഗത്തിൽ ജനിച്ചതെന്നുള്ളതാണ്. ഭരതഗോത്രമാണ് ശരിക്കും. അങ്ങനെ ആ ഭരതൻ്റെ കഥ പറയണു. ആ ഭരതൻ്റെ കഥ പറഞ്ഞതിന് ശേഷം ഭരദ്വാജ മഹർഷിയുടെ ഉൽപ്പത്തിയുടെ വിചിത്രമായിട്ടുള്ള കഥ വരുന്നു. കാരണം എന്തിനാ ഭരദ്വാജൻ, നമ്മൾ വിചാരിക്കും എന്തിനാ ജമ്പിയാണ്. അതിന് കാരണം പുരുവിൻ്റെ വംശത്തിൻ്റെ ശാഖകളിലാണ് ഭരദ്വാജനും ജനിക്കുന്നത്. ഓരോ ശാഖയിൽ പോയിട്ട് പറയും ഇന്ന ആൾക്ക് ഇന്ന മകനുണ്ടായി, അവൻ്റെ ആൾക്കാർ വരും, അയാളുടെ രണ്ടാമത്തെ മകൻ്റെ പിന്നെ ഇങ്ങനെ പറയും, പിന്നെ അയാളുടെ മൂന്നാമത്തെ മകൻ്റെ ഇങ്ങനെ പറയും. വാസന പെരുകണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരികയാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ. വാസനകൾ ഒരാഗ്രഹത്തിൽ നിന്ന് വേറൊരാഗ്രഹം. ഇന്ന് നമ്മൾ ചിന്തിച്ച് നോക്കൂ, ഇന്നിപ്പോൾ അപ്പോൾ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഈ രസ്താപ്പേട്ടിലെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ വന്നിരിക്കുന്നു. തിരിഞ്ഞു നോക്കുക, ഇവിടെ എങ്ങനെ വന്നിരിക്കാനിടയായി. ബാക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നത് തുടങ്ങി ഓരോ അല്ലെങ്കിൽ ജോലി കിട്ടി വന്ന ഒരു ഇൻസിഡൻറ്റ്, അതിന്ന് ഇതുണ്ടായി അത് ഒരു പേപ്പർ എടുത്തിട്ട് പുറകോട്ട് എഴുതി നോക്കൂ. അപ്പോൾ ഏതോ വീട്ടിലിരുന്നപ്പോൾ ഉണ്ടായ ഒരു തീരുമാനത്തിൽ നിന്നാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഭഗവാന്റെ സ്ക്രിപ്റ്റിൻ്റെ ശക്തി അപ്പോഴാണ് മനസ്സിലാവുക. നമ്മളെടുത്തൊരു തീരുമാനം ഇന്നിവിടെ നമ്മളെ എത്തിച്ചിരിക്കുന്നു.
നമ്മളൊരു വാതിലിൻ്റെ പുറത്ത് കിടന്നിട്ട് വലത്തോട്ട് നടക്കണോ ഇടത്തോട്ട് നടക്കണോ എന്ന് എടുക്കുന്ന തീരുമാനം പോലും നമ്മുടെ ജീവിതത്തിൻ്റെ ഫർദർ കോഴ്സിൻ്റെ തീരുമാനമാണ്. എപ്പോഴും ആ രീതിയിൽ നമ്മൾ ജീവിതത്തിനെ നോക്കിക്കാണാൻ, അത്ര സൂക്ഷ്മതയോടെ നോക്കിക്കാണാൻ ശ്രമിച്ചാൽ നമുക്ക് ജീവിതം വളരെ സിമ്പിളാവുകയും ചെയ്യും. നമ്മൾ വിചാരിക്കും അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്, നേരെ സിമ്പിളാവുകയും ചെയ്യുക, കോൺഫിഡൻസ് വർദ്ധിക്കും. അപ്പോൾ ഭരദ്വാജൻ്റെ കഥ പറയണു. ബൃഹസ്പതി തൻ്റെ സഹോദരൻ ഉദ്ധ്യൻ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ്റെ ഭാര്യ, ഇതൊക്കെ വളരെ വിചിത്രമായിട്ടുള്ള കഥകളാട്ടോ. നമ്മൾ വിചാരിക്കും ഇത്തരം ഒരു ഗ്രന്ഥത്തിൽ എങ്ങനെ ഇങ്ങനത്തെ അസഭ്യമായിട്ടുള്ള കാര്യങ്ങൾ വരണമെന്ന്, സഭ്യതയില്ലാത്ത വസ്തുക്കൾ. സഹോദരൻ്റെ ഭാര്യ ഗർഭിണിയാണ്, അവളുമായിട്ട് ശയിക്കാൻ തയ്യാറായിട്ട് ചെല്ലുന്നു ബൃഹസ്പതി, ഉദ്ധ്യൻ്റെ ഭാര്യ. ആ സമയത്ത് ഗർഭത്തിൽ കിടക്കുന്ന കുട്ടി ഉറക്കെ ചോദിച്ചു അത്രേ, ഞാൻ ഗർഭത്തിൽ കിടക്കുന്നത് അറിയുന്നില്ലേ മഹാത്മാവേ, എന്തിനാണ് ഈ വൃത്തികെട്ട ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടരുത് എന്ന് ചോദിച്ചപ്പോൾ ബൃഹസ്പതി ബലാത്കാരേണ ആ സ്ത്രീയെ പ്രാപിച്ച് ആ കുട്ടിയെ ശപിക്കുകയും ചെയ്തു. മാത്രമല്ല ശപിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കാണാതെ പോട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ കുട്ടിക്ക് ദീർഘതമസ് എന്നുള്ള പേര് വന്നു. ഈ ദീർഘതമസിൻ്റെ കഥ ഞാൻ എപ്പോഴും വിഷ്ണു സഹസ്രനാമം വ്യാഖ്യാനിക്കുമ്പോൾ പറയാറുണ്ട്. പാവം ജന്മനാ കണ്ണുപൊട്ടനായിട്ടാണ് ജനിച്ചത്, തൻ്റെതല്ലാത്ത അപരാധമുണ്ട്, താൻ ചെയ്തിട്ടില്ല. ഇതേമാതിരിയാണ് അഷ്ടാവക്രൻ. അച്ഛൻ വേദം തെറ്റിച്ച് ചെല്ലണം കേട്ടപ്പോൾ അച്ഛാ തെറ്റിയ ചെല്ലണം പറഞ്ഞപ്പോൾ, ഓ ഗർഭത്തിരിക്കുമ്പോഴേ എത്ര അഹങ്കാരമാണ്, നീ വളഞ്ഞ ബുദ്ധിയാണ്, നിനക്ക് 8 വക്രങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശപിച്ചു. ദീർഘതമസ്സും ഇതേമാതിരി ശപിച്ചു. ദീർഘതമസ് നിലയില്ലാത്ത ഇരുട്ട് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ദീർഘതമസ് ഋഷിയാണ്, വേദത്തിലെ പല മന്ത്രങ്ങളുടെയും. ആ മഹാത്മാവ് ഭഗവാനെ നക്ഷത്രമണ്ഡലത്തിൽ ധ്യാനിച്ചു അത്ര. മനസ്സിൽ ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നത് വെച്ചിട്ട് കുട്ടിക്കാലം തൊട്ടിട്ട് ഇങ്ങനെ ധ്യാനിക്കുന്നു. ഭഗവാന്റെ രൂപം എങ്ങനെയാണെന്ന് നമുക്ക് എന്താ രൂപം എന്നറിയാം. കണ്ണ് കാണാതെ ജനിച്ച ഒരാൾക്ക് എങ്ങനെയാണ് ഭഗവാന്റെ രൂപം അറിയുക? അപ്പോൾ ധ്യാനിക്ക പ്രകാശത്തിൻ്റെ രൂപം ഉണ്ടായി വന്നു എന്നാണ്. കേശവൻ, പ്രകാശം ആകുന്ന നക്ഷത്രങ്ങളാകുന്ന കേശത്തോടു കൂടിയുള്ള ഭഗവാനെ കാണാൻ സാധിച്ചു അത്രേ. കേശവൻ എന്ന നാമം പ്രപഞ്ചത്തിൽ ആദ്യമായിട്ട് കിട്ടിയത്, ആ നാമം കിട്ടിയത് ദീർഘതമസ്സിനാണെന്നാണ്. അത് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മധുസൂദന സരസ്വതി, അതുമാതിരി പരാശരഭട്ടൻ, ഈവൻ ശങ്കരാചാര്യ സ്വാമികൾ പോലും ദീർഘതമസ്സിൻ്റെ ഈ കേശവനാമം, അച്യുതം കേശവം എന്നൊക്കെ നമ്മൾ പറയില്ല, ആ കേശവൻ എന്നുള്ള പേര് എങ്ങനെ വന്നു എന്ന് പറഞ്ഞ അവിടെ ദീർഘതമസ്സിനെ സ്മരിക്കുന്നുണ്ട്. അങ്ങനെ ആ ദീർഘതമസ്സിൻ്റെ ഒപ്പം ബൃഹസ്പതിയുടെ ബീജം വന്നല്ലോ, അതിൻ്റെ ഇരട്ടയായിട്ട് ഉദ്ധ്യൻ്റെ പുത്രനായിട്ട് ദീർഘതമസ്സും ബൃഹസ്പതിയുടെ പുത്രനായിട്ട് ഭരദ്വാജനും ജനിച്ചു. അതായത് കാമരൂപിണിയായിട്ടുള്ള ദുർവാസനയുടെ സ്വരൂപം ജനിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഫലമായിട്ട് ജനിക്കുന്നത് ഒരു എന്താ പറയുക, മഹത്തുക്കളായിട്ടുള്ള 2 പേരാണ്, ദീർഘതമസ്സും ഭരദ്വാജൻ. ഭരദ്വാജ മഹർഷി എന്ന് പറഞ്ഞാൽ എത്ര മഹാത്മാവായിരുന്നു. ഭരദ്വാജനാണ് വൈമാനിക വിദ്യ കണ്ടുപിടിച്ചത്, ആകാശത്ത് പറക്കാനുള്ള വിദ്യ കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെയാണ് വൈമാനിക ശാസ്ത്രം എന്ന് പറഞ്ഞ ഗ്രന്ഥം തന്നെ. അതിനനുസരിച്ചിട്ടാണ് ഈ പുഷ്പകം പോലുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പം ഈ വംശത്തിൽ പ്രാണനിലുള്ള മറ്റൊരു വലിയ വാസന, കാമത്തിൻ്റെ ദുർവാസന പറഞ്ഞു. ഇനി വിശപ്പ് എന്ന് പറയുന്ന ദുർവാസനയുടെ കഥ പറയുന്നു. പ്രാണനിലുള്ള ദുർവാസനകൾ ഇപ്പം ഇത്ര നേരം കേട്ട കഥകളിലൊക്കെ ഇനി വിശപ്പ് ഒരു ദുർവാസനയാണ്. അത് ആർത്തിയായിട്ട് മാറും. പ്രത്യേകിച്ച് സൊമാറ്റോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വെറുതെ എന്തെങ്കിലും തിന്നാൻ തോന്നും, വിശപ്പില്ലെങ്കിലും അല്ലേ. പോസിബിലിറ്റീസ് ഉണ്ടെങ്കിലാണ്, വെൻ തിങ്സ് ആർ അവൈലബിൾ യു ടെൻഡ് ടു ഡു മോർ ആൻഡ് മോർ ഓഫ് റോങ് തിങ്സ് എന്ന് പറയും. അവൈലബിലിറ്റിയാണ്. അപ്പോൾ ഈ അവൈലബിലിറ്റി ഇഷ്യൂ കൊണ്ടാണ് ഈ സംഭവിക്കുന്നത്. അവിടെയാണ് രന്തിദേവൻ്റെ കഥ പറയുന്നത്. രന്തിദേവൻ എന്ന് പറഞ്ഞ ഒരു രാജാവുണ്ടായിരുന്നു ഇതേ വംശത്തിൽ. ആ ഭരദ്വാജൻ്റെ വംശത്തിൽ അദ്ദേഹം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ട പ്രാരബ്ധത്തിൽ അനുസരിച്ച് എന്ത് കിട്ടണോ അതിനനുസരിച്ച് ജീവിച്ചു. അദ്ദേഹം 48 ദിവസം വരെ ഒരിക്കൽ ആഹാരവും ജലവും കഴിക്കാണ്ട് കഴിയേണ്ടി വന്നു. 49ാമത്തെ ദിവസം ആരോ ആഹാരവും വെള്ളവും കൊടുത്ത സമയത്ത്, കഴിക്കാനിരുന്ന സമയത്ത് ഒരു അതിഥി അവിടെ വന്നു. സകല പ്രാണികളിലും ഭഗവാനെ കണ്ടിരുന്നുകൊണ്ട് രന്തിദേവൻ തൻ്റെ ആഹാരത്തിൻ്റെ ഒരു ഭാഗം അദ്ദേഹത്തിന് കൊടുത്തു. ആ വ്യക്തി അത് കഴിച്ചിട്ട് അവിടുന്ന് പോയി. ബാക്കി അന്നം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ശൂദ്രൻ അതിഥിയായിട്ട് അവിടെ വന്നു. ബ്രാഹ്മണൻ ആദ്യം വന്നു, ശൂദ്രൻ വന്നു. ശൂദ്രൻ വന്നപ്പോൾ ബാക്കിയുള്ളത് അയാൾക്ക് ഒരു ഓഹരി കൊടുത്തു. അയാൾ പോയ ഉടനെ പുതിയൊരു അതിഥി കുറേ പട്ടികളെയും കൂട്ടിയിട്ട് അവിടെ വന്നു. അയാൾക്കും ബാക്കിയുള്ള ആഹാരമൊക്കെ കൊടുത്തു. ഇങ്ങനെ ഓരോരുത്തർക്കും കൊടുത്ത് അവസാനം വെള്ളം മാത്രം ശേഷിച്ചത് ബന്ധുക്കൾക്ക് പങ്കുവെച്ചിട്ട് കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ചണ്ടാളം വന്നിട്ട് എനിക്ക് ആ വെള്ളം വേണം പറഞ്ഞു. അതും കൊടുത്തു. എന്നിട്ട് മനസ്സിലാലോചിച്ചു, പ്രപഞ്ചത്തിൽ ഭഗവാന്റെ രൂപത്തിൽ എല്ലാവരും മറ്റുള്ളവർ കഴിച്ചാലും എൻ്റെ വയറ് നിറയും എന്ന് സങ്കല്പിച്ചു. അങ്ങനെ കൊടുത്തു അത്ര. ഭഗവാൻ തന്നെ പരീക്ഷിച്ചതാണ് രന്തിദേവനെ എന്നാണ് പറഞ്ഞാൽ. രന്തിദേവൻ്റെ ത്യാഗം എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള കവിതയുണ്ട് വള്ളത്തോളിൻ്റെ.
ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയതാണ്. അതിൽ രന്തിദേവൻ്റെ ത്യാഗശീലത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അത് ഈ രന്തിദേവനാണ്. അങ്ങനെ രന്തിദേവൻ്റെ ദൃഷ്ടിയിൽ ത്രിഗുണാത്മകമായിട്ടുള്ള ഈ മായ സ്വപ്നം പോലെ അലിഞ്ഞു പോയി എന്ന്. വിശപ്പ് ബാധിച്ചില്ല അത്രേ. അതിൻ്റെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ, പണ്ട് ഞാൻ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചാണ്, ഒരു കുംഭമേളയ്ക്ക് ഒരു അമ്മ കുംഭമേളയുടെ ദിവസങ്ങൾ മുഴുവൻ ജലപാനമില്ലാണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഗന്ധമൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ അവിടെ വരുന്ന എല്ലാ സന്യാസിമാർക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു. അവരെങ്ങനെ കഴിക്കാതിരുന്നു എന്നുള്ളത് അത്ഭുതമാണ്. ആ അമ്മയുടെ അടുത്ത് അവസാനം ചെന്നിട്ട് ആരോ ചോദിച്ചു അത്ര, എന്താ അമ്മേ ചോദിച്ചപ്പോൾ പറഞ്ഞു, അമ്മ ചെറുപ്പം തൊട്ടേ ഒരു സാധനം ശീലിച്ചിട്ടുണ്ട് അത്രേ, ആര് കഴിച്ചാലും എൻ്റെ വയറ് നിറയുമെന്ന് സങ്കല്പിക്കുന്നു. ബ്രഹ്മത്തിനെ സങ്കല്പിക്കുന്നു. ബ്രഹ്മം കഴിച്ചാൽ എൻ്റെ വയറ് നിറയും. അതുകൊണ്ടാണ് ഒരു ചീരയുടെ ഇല കഴിച്ചപ്പോൾ പ്രപഞ്ചം മുഴുവൻ ഏമ്പക്കപ്പെട്ട അവസ്ഥയായത്. ആ കഥയുടെ കണക്ഷൻ രഞ്ജിദേവൻ്റെ കഥയിൽ കിടപ്പുണ്ട്. ഇനി അത് പറഞ്ഞതിന് ശേഷം കൗരവന്മാരുടെ ഈ പരീക്ഷിത്ത് 7 ദിവസവും എന്താ പറയുക, ആ ഭഗവാന്റെ നിന്ന് രഞ്ജിദേവൻ അചഞ്ചല ഭക്തി മാത്രം വരായി വാങ്ങി. അതിനുശേഷം ഭഗവാന്റെ കഥ 7 ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷത്തിനും ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് രഞ്ജിദേവൻ്റെ കഥ പറഞ്ഞത്. കാരണം പരീക്ഷിത്ത് ഇതേപോലെ ഊണില്ല, ഉറക്കില്ല, ഭക്ഷണമില്ല, ഇങ്ങനെ ഇരുന്നിട്ടാണ് ഇത് കേൾക്കണം. അതിനുശേഷം ശുഗൻ പാഞ്ചാല വംശത്തിൻ്റെ കഥ പറയണു, ദ്രൗപദിയുടെ വംശം, ദ്രൗപദി ജനിച്ച വംശത്തിൻ്റെ കഥ, കൗരവന്മാരുടെ വംശത്തിൻ്റെ കഥ പറയണു, മഗധയുടെ വംശത്തിൻ്റെ കഥ, ജരാസന്ധാദികളുടെയൊക്കെ വംശത്തിൻ്റെ. ഇവരൊക്കെ കോമൺ പിതാക്കന്മാരാണ്. ഇവർക്കൊക്കെ പൗരവന്മാരാണ്. ഇവരൊക്കെ പുരുവിൻ്റെ വംശത്തിൽ ജനിച്ചവരാണ്. അതിനുശേഷം ദൃഷ്ടദ്യുമ്നൻ യജ്ഞകുണ്ടത്തിൽ നിന്നുണ്ടായതും ദ്രൗപദി യജ്ഞത്തിൻ്റെ വേദിയിൽ നിന്നുണ്ടായതും പറയുന്നു. അതേപോലെ തന്നെ ബൃഹദ്രഥൻ എന്ന് പറയുന്ന മഗധേല രാജാവിൻ്റെ ഭാര്യ 2 കഷ്ണമായിട്ട് പ്രസവിച്ചതിനെ ജരാ എന്ന് പറയുന്ന രാക്ഷസി കൂട്ടിച്ചേർത്തിട്ട് ജരാസന്ധനെ സൃഷ്ടിച്ച കഥ പറയണു. അതിനുശേഷം എന്താ പറയുക, ശന്തനുവിൻ്റെ വംശത്തിൻ്റെ കഥ പറഞ്ഞിട്ട് ഭീഷ്മരുടെ പ്രതിജ്ഞ പറഞ്ഞ് വ്യാസൻ എങ്ങനെയാണ് അംബിക അംബാലികമാരിൽ ഈ അതിൽ അമ്പെ പ്രാപിക്കുന്നില്ല, അംബികയിലും അംബാലികയിലും ധൃതരാഷ്ട്രൻ, പാണ്ഡു, പിന്നെ ആ ദാസിയിൽ വിതുരൻ, ഇവരൊക്കെ ജനിച്ചത്. ഇതിൽ തമോ ഗുണം ധൃതരാഷ്ട്രർ, അതുകൊണ്ടാണ് കണ്ണ് കാണില്ല, എന്നും ഇരുട്ടാണ്. രജോ ഗുണം പാണ്ഡു, സത്വഗുണം വിതുരൻ എന്നുള്ള അർത്ഥം. വിതുരൻ്റെ വാക്കിൻ്റെ അർത്ഥമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിരുന്നു. ഈ ധൃതരാഷ്ട്രന് ഗാന്ധാരിയിൽ 100 മക്കളുണ്ടായി. ഓരോ മക്കളുടെ പേരും ദു 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 എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ദുർവാസന ദുർവാസന ദുർവാസന. അവസാനം ഉണ്ടാവുന്ന പെൺകുട്ടിയും ദുശ്ശള, ദുര്യോധനൻ, ദുശാസനൻ, ഇങ്ങനെയാണ് പോവുക. അവസാനം ദുശ്ശള. അപ്പം ദു ശബ്ദം കൊണ്ടാണ് ദുർവാസനയുടെ അതിൻ്റെ സൂചിപ്പിക്കാൻ. പാണ്ഡു രജോഗുണി ആയിരുന്നെങ്കിലും ഭാര്യയെ പ്രാപിക്കാൻ സാധിച്ചിരുന്നില്ല. കുന്തി ദിവ്യപുരുഷന്മാരെ പ്രാപിച്ചിട്ടാണ് മക്കളുണ്ടായത്. ഇതൊക്കെ സിംബോളിക്കാണ്. അതേമാതിരി തന്നെ മാദ്രിക്ക് അശ്വിനി കുമാരന്മാരെന്ന് നകുല സഹദേവന്മാരും ജനിച്ചു. അതിനുശേഷം അർജുനന് സുഭദ്ര എന്നുള്ള ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യയിൽ നിന്ന് നിൻ്റെ അച്ഛനായിട്ടുള്ള അഭിമന്യു ജനിച്ചു. അഭിമന്യു ഉത്തരയാണ് വിവാഹം കഴിച്ചത്. ആ ഉത്തരയാണ് പരീക്ഷത്തെ നിന്നെ പ്രസവിച്ചത്. നിന്നെ ഗർഭത്തിലിരിക്കുന്ന കാലത്ത് ബ്രഹ്മാസ്ത്രം കൊണ്ട് ദഹിക്കാൻ തുടങ്ങിയ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ സുദർശന ചക്രം കൊണ്ട് നിന്നെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ്, അർജുനൻ സന്യാസിയായി നടന്ന കാലത്താണ് സുഭദ്രയെ വിവാഹം ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് സുഭദ്രയുടെ തത്വം എല്ലാം പറഞ്ഞ്, ആ കുന്തിയുടെ വിവാഹത്തിന് മുമ്പ് സൂര്യനിൽ നിന്നുണ്ടായിട്ടുള്ള പുത്രനാണ് കർണൻ എന്നും പറഞ്ഞതിന് ശേഷം യയാതിയുടെ പുത്രനായിട്ടുള്ള യദുവിൻ്റെ വംശവിവരണത്തിൽ ഭഗവാൻ കൃഷ്ണൻ ജനിച്ച കഥ അവിടെ പറയുന്നു. വസുദേവൻ്റെ വംശാവലി അവിടെ പറയുന്നു. വസുദേവൻ ഉണ്ടായിരുന്ന ഭാര്യമാർ, വസുദേവന് അനവധി ഭാര്യമാരുണ്ടായിരുന്നു. നമ്മൾ കരുതുന്നത് പോലെ ദേവകിയോ രോഹിണിയോ മാത്രമായിരുന്നില്ല. അതിലൊക്കെ ആൺമക്കളും ഉണ്ടായിരുന്നു, അനേകം ആൺമക്കളുണ്ടായിരുന്നു. അത് ഞാൻ ഭഗവാന്റെ അവതാരം പറഞ്ഞതിന് മുമ്പ് അത് പറഞ്ഞിട്ട് ഭഗവാന്റെ വംശാവലിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അപ്പം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വരിക. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പാ ശരണം. നാരായണ കൃഷ്ണ.